വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്കുരൽ. ഇനി നമുക്കൊരു എംപ്ലോയിനെ ആഡ് ചെയ്യണം. ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു ബട്ടൺ ആഡ് എംപ്ലോയി. അതിൽ നമ്മൾ HRF കൊടുത്തിട്ടുള്ള add-employee.php എന്നൊരു ഫയലിലേക്കാണ് ലിങ്ക് പോകുന്നത്. ഇപ്പോൾ നമുക്കത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് വർക്ക് ആവില്ല. 404 എറർ ആയിരിക്കും, നോട്ട് ഫൗണ്ട്. കാരണം അങ്ങനെ ഒരു ഫയൽ ഇല്ല. ആ ഫയൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഫയലിലും നമുക്ക് ഇൻഡെക്സ് HTML ഉള്ള ആ സ്റ്റൈലുകൾ വേണം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു സാധാ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഫോമാണ്, നമുക്ക് ഫോം ആണല്ലോ വേണ്ടത്. അപ്പൊ ഒരു ഫോം ആണ് ഇവിടെ കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. ഈ ഒരു ഫയൽ നമുക്ക് ബൂട്ട്സ്ട്രാപ്പിന്റെ ഫോം ആണ് ആഡ് ചെയ്യേണ്ടത്. ആ ഫോം ആഡ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു സാമ്പിൾ ഒരു ടെസ്റ്റ് കണ്ടന്റ് ഞാൻ ആഡ് ചെയ്യാണ്. ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞ കണ്ടന്റ് കൊടുത്തു. ഇനി നമ്മൾ ഈ ഫയൽ റീഫ്രഷ് ചെയ്യാം, അല്ലെങ്കിൽ ബാക്കിലേക്ക് പോയിട്ട് ഒന്നുകൂടെ ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കണ്ടന്റ് ലോഡ് ചെയ്യും. കാരണം ആ add-employee.php എന്ന് പറഞ്ഞ ഫയൽ എന്താണോ ഉള്ളത് ആ ഒരു കണ്ടന്റ് ലോഡ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് വേണം? ആ ഒരു ഫയലിൽ ഫോം വേണം. പക്ഷെ ഫോമിന്റെ പുറമെ ആ ഫോമിൽ എന്ത് വേണം? ആ പേജിൽ നമുക്ക് ഈ പേജിലുള്ളതുപോലെ ഇൻഡെക്സിലുള്ളതുപോലെ തന്നെ നാവിഗേഷൻ ബാർ വേണം, സൈഡ് ബാർ വേണം, ടോപ്പ് പേജിന്റെ ഹെഡിങ് വേണം. പിന്നെ അതേപോലെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് മെയിൻ കണ്ടന്റ് ഏരിയ, ഈ വൈറ്റ് ഏരിയയിൽ ഇവിടെയാണ് നമുക്ക് ഫോം വേണ്ടത്. അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഇൻഡെക്സിന്റെ കണ്ടന്റ് തന്നെ നമുക്ക് കോപ്പി ചെയ്യേണ്ടി വരും. അതായത് ഈ ഒരു add-employee.php ഫയൽ നമ്മൾ പേസ്റ്റ് ചെയ്തു. പേസ്റ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ടേബിൾ വേണ്ട നമുക്ക്, കാരണം ഈ ഒരു ടേബിൾ നമുക്ക് ആവശ്യമില്ല. അതേപോലെ തന്നെ ആഡ് എംപ്ലോയി എന്ന് പറഞ്ഞ ബട്ടൺ ആവശ്യമില്ല. എംപ്ലോയി എന്ന് പറയുന്ന ടെക്സ്റ്റിന്റെ അവിടെ മേ ബി ആഡ് എംപ്ലോയി എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ആയിരിക്കും വേണ്ടി വരിക. ഇനി നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. ആഡ് എംപ്ലോയി എന്ന് കൊടുത്തപ്പോൾ ആ ഒരു ആഡ് എംപ്ലോയി ഹെഡിങ് വന്ന് ഈ ഒരു വൈറ്റ് ഏരിയയിലാണ് നമുക്ക് ഫോം കൊടുക്കേണ്ടത്. പക്ഷെ ആ ഫോം കൊടുക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിവിടെ കോഡ് ഒരുപാട് റിപ്പീറ്റ് ചെയ്തു. അതായത് നമ്മൾ ഇവിടെ നാവിഗേഷൻ ബാർ കോഡ് റിപ്പീറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ഒരു നാവിഗേഷൻ ബാറിൽ നമുക്ക് ലോഗോ മാറ്റണം. ലോഗോ മാറ്റണം എന്നുണ്ടെങ്കിൽ എല്ലാ ഫയലിലും പോയിട്ട് ലോഗോ മാറ്റേണ്ടി വരും. അല്ലെങ്കിൽ ഒരു ഡിസൈൻ ക്ലാസ് ആഡ് ചെയ്യണം, എല്ലാ ഫയലിലും പോയിട്ട് ക്ലാസ് ആഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഹ്യൂമൻ മിസ്റ്റേക്സ് വരും. ചില ഫയൽസ് ആഡ് ചെയ്യാൻ വിട്ടു, ചില ഫയൽസ് ആഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിളിൽ പെട്ട ഒന്നാണ് ഡ്രൈ എന്ന് പറയുന്നത്. ഡു നോട്ട് റിപ്പീറ്റ് യുവർ സെൽഫ്, DRY. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എല്ലായിടത്തും റീയൂസബിൾ ആകുന്ന രീതിയിൽ മാറ്റണം. ആദ്യം നമ്മൾ ഇൻഡെക്സ് ചെയ്തപ്പോൾ അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നൊന്നും നമുക്ക് ഓർമ്മയില്ല. രണ്ടാമത് വീണ്ടും നമ്മൾ ആഡ് എംപ്ലോയി എന്ന് പറഞ്ഞ ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ബോധ്യപ്പെട്ടത് ഈ ഒരു കാര്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടത് നമ്മൾ സെപ്പറേറ്റ് ആക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോ കമ്പോണന്റ് നമുക്ക് റീയൂസ് ചെയ്യാൻ നമുക്ക് PHP ഓപ്ഷൻ എന്താണ്, റിക്വയറോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ഓപ്ഷൻസ് ഒക്കെ കൊടുക്കാം അല്ലെ. അതായത് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഫയൽ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ആ ഫയലിന്റെ കണ്ടന്റ് ഈ പുതിയ ഫയലിലേക്ക് ലോഡ് ആവും. അപ്പൊ അതിനു വേണ്ടി നമുക്ക് ഈ ഒരു പാർഷ്യൽസ് ആണല്ലോ, സെപ്പറേറ്റ് കണ്ടന്റ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ പാർഷ്യൽസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഈ പാർഷ്യൽസ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ നമുക്ക് ഓരോ ഫയൽസ്, സെപ്പറേറ്റ് ഫയൽസ് ക്രിയേറ്റ് ചെയ്യും. അതായത് നാവിഗേഷൻ ബാറിന് അപ്പൊ navbar എന്ന് പറയുന്ന ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അവിടെ navbar.php. എന്നിട്ട് എന്താണോ നമ്മൾ navbarലെ കോഡ്, ആ കോഡ് അതായത് ഇതാണ് navbar, ആ nav എലമെന്റ് നമുക്ക് കട്ട് ചെയ്തിട്ട് ഈ ഒരു ഫയലിലേക്ക് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇൻഡെക്സിൽ എവിടെയാണോ നമുക്ക് navbar വേണ്ടത് അവിടെ നമുക്ക് ആ ഒരു ഫയൽ ഇൻക്ലൂഡ് ചെയ്യാം. PHP include_once partial/navbar.php. ഇനി അതേ ഫയൽ നമ്മൾ ഈ ആഡ് എംപ്ലോയിലും ഇൻക്ലൂഡ് ചെയ്യാണ്. navbar ഡിലീറ്റ് ചെയ്തു, പകരം ആ ഒരു പാർഷ്യൽ ഫയൽ ഇൻക്ലൂഡ് ചെയ്തു. നമുക്കൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഇപ്പോഴും നമുക്ക് ആ navbar വന്നിട്ടുണ്ട്. ഇനി ഡാഷ്ബോർഡ് ഇൻഡെക്സ് പേജിൽ പോയി കഴിഞ്ഞാൽ അവിടെയും ആ navbar വന്നിട്ടുണ്ട്. നമ്മൾ കോഡ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി ഇതേപോലെ തന്നെ സൈഡ് ബാർ കൂടെ നമുക്ക് അങ്ങനെ മാറ്റാം. പാർഷ്യൽസ് ന്യൂ ഫയൽ, സൈഡ് ബാറിന്റെ ആ ഒരു എലമെന്റ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അതിനുശേഷം സൈഡ് ബാറിന്റെ പാർഷ്യൽ ഫയൽ ഇൻക്ലൂഡ് ചെയ്യാം. അതേപോലെ തന്നെ ആഡ് പേജിലും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇവിടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. ഇനി കോമൺ ആയിട്ടുള്ള ഷോർട്ട് കട്ട് ഐക്കണോ അല്ലെങ്കിൽ CSSO ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഹെഡറിന് വേണ്ടിയിട്ട് ഒരു പാർഷ്യൽസ് കൂടെ ക്രിയേറ്റ് ചെയ്യാം. പാർഷ്യൽസിലൊന്നും header.php. എന്നിട്ട് ഈ ഇൻഡെക്സിലുള്ള ഹെഡർ, അതായത് ഷോർട്ട് കട്ട് ഐക്കൺ എല്ലാ ഫയലിലും സെയിം ആണ്, ഐക്കൺ. പിന്നെ അതേപോലെ ബൂട്ട്സ്ട്രാപ്പ് വേണം, ബൂട്ട്സ്ട്രാപ്പിന്റെ ഐക്കൺ CSS വേണം, ഈ ഒരു കസ്റ്റം സ്റ്റൈലും കൂടെ വേണം. ഇത്രയും ഭാഗങ്ങൾ അവിടെ നിന്ന് നമ്മൾ ചെയ്തെടുത്തു. അതിനുശേഷം ഹെഡറിൽ പേസ്റ്റ് ചെയ്തു. ഇനി ആ ഒരു ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി ഈ ഒരു പേജിന്റെ ടൈറ്റിൽ, ഈ ഒരു ഇൻഡെക്സ് പേജിന് സെപ്പറേറ്റ് ടൈറ്റിൽ കൊടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ HRMS എംപ്ലോയീസിന്റെ ലിസ്റ്റ് ആണല്ലേ നമുക്ക് ആദ്യം കാണിക്കുന്നത്. എംപ്ലോയീസ് എന്ന ടൈറ്റിൽ കൊടുക്കാം. ആഡിലാകുന്ന സമയത്ത് ഇവിടെ നമ്മൾ
പാർഷ്യൽസ് ഹെഡറിന്റെ പാർഷ്യൽസ് ഇൻക്ലൂഡ് ചെയ്യും 1 HRMS. അവിടെ മാനേജ് എംപ്ലോയീസ് എന്ന ടൈറ്റിലാക്കി സെപ്പറേറ്റ് ടൈറ്റിൽ കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് എപ്പോഴെങ്കിലും ഈ ഒരു ആഡ് എംപ്ലോയി എന്ന് പറയുന്ന പേജിന് മാത്രമായിട്ട് നമുക്കൊരു സെപ്പറേറ്റ് CSS സ്റ്റൈൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി അതേപോലെ തന്നെ കോമൺ ആയിട്ടുള്ള ജാവാസ്ക്രിപ്റ്റ് ഫയലുകളാണ് ഇതൊക്കെ. അതും നമുക്ക് സെപ്പറേറ്റ് ഫൂട്ടർ എന്ന് പറയുന്ന ഫയൽ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് മാറ്റും. footer.php. ഈ ഫയലിനൊക്കെ എന്ത് പേര് വേണമെങ്കിലും കൊടുക്കുക. ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള നെയിം കൊടുത്തു എന്നുള്ളൂ. ഹെഡർ ടോപ്പിലുള്ളതുകൊണ്ട് ഹെഡർ എന്ന് കൊടുത്തു, ബോട്ടം ഉള്ളതായതുകൊണ്ട് ഫൂട്ടർ എന്ന് കൊടുത്തു. ഫൂട്ടറും ഇൻക്ലൂഡ് ചെയ്തു. റീഫ്രഷ് ചെയ്ത് നോക്കാം, നമ്മൾ പേജസ് ഒക്കെ വർക്കിംഗ് ആണ്. ആഡ് എംപ്ലോയിൽ ഒരു മെയിൻ പേജിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ബൂട്ട്സ്ട്രാപ്പിന്റെ ഫോം ഇൻക്ലൂഡ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു പേജിലെ മെയിൻ ഏരിയയിൽ, അതായത് ടൈറ്റിൽ കഴിഞ്ഞതിന് ശേഷം ഒരു റോ കൂടെ നമുക്ക് ഇടാം. ആ റോന്റെ ഉള്ളിലായിട്ട് കോൾ, ഒരു റോ ഉണ്ടെങ്കിൽ കോളം കൂടെ ഉണ്ടാവണം ബൂട്ട്സ്ട്രാപ്പിൽ. അപ്പൊ അതിന്റെ ഉള്ളിലാണ് നമ്മൾ ഫോം ക്രിയേറ്റ് ചെയ്യുന്നത്. ഫോം എലമെന്റ് ഓപ്പൺ ചെയ്തു. ഇനി അതിന്റെ ഉള്ളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എലമെന്റ്സ് ക്രിയേറ്റ് ചെയ്യണം. എനിക്ക് ഫോം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്ക്രീനിൽ ഒരുപാട് സ്പേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടത് ഒരു സ്ക്രീനിൽ ഒരു റോയില് 2 ഫീൽഡ് വേണം. അതായത് നമുക്കുള്ള ഫീൽഡുകൾ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ, സാലറി, ഡിപ്പാർട്ട്മെന്റ് ഇത്രയാണ് ഉള്ളത്. അപ്പൊ അതിൽ നമുക്ക് ഒരു റോയില് 2 ഫീൽഡ് എന്നുള്ള രീതിയിലാണ് കാണേണ്ടത്. അപ്പൊ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും എനിക്ക് ഒരു റോയിലാണ് വരേണ്ടത്. അപ്പൊ ഞാൻ അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു റോയിലാണ് നമുക്ക് വരേണ്ടതെന്ന് പറഞ്ഞു ആദ്യം. അപ്പൊ അതിന് റോ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ആ റോയിന്റെ ഉള്ളിൽ നമുക്ക് 2 കോളംസ് വേണമെന്ന്. അപ്പൊ ആ റോയിന്റെ ഉള്ളിൽ 2 കോളംസ് കൂടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ ഒരു റോ ക്രിയേറ്റ് ചെയ്തു ഫോമിന്റെ ഉള്ളിൽ. അതിന്റെ ഉള്ളിൽ ഒരു കോളം, ഡിവ് കോളം, അത് ക്ലോസ് ചെയ്ത് രണ്ടാമത്തെ കോളം കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബൂട്ട്സ്ട്രാപ്പിന്റെ ഫോമിന്റെ വീഡിയോസ് മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം. പിന്നെ ഈ ഓരോ കോളത്തിന്റെ ഉള്ളിൽ നമുക്ക് ഓരോ ഫോം എലമെന്റ് ആണുള്ളത്. ഓരോ എലമെന്റിന് ലേബൽസ് ഉണ്ടാവും. ഫസ്റ്റ് നെയിം ആണെങ്കിൽ ഫസ്റ്റ് നെയിം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലേബൽ ഉണ്ടാവും. ലേബലും ഇൻപുട്ടും ഒരുമിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ബൂട്ട്സ്ട്രാപ്പിൽ ഉപയോഗിക്കുന്ന ക്ലാസ് ആണ് ഫോം ഗ്രൂപ്പ്. അപ്പൊ ഒരു ഡിവ് ഇട്ടിട്ട് അതിന് ക്ലാസ് ഫോം ഗ്രൂപ്പ് എന്ന് കൊടുത്തിട്ട് അതിന്റെ ഉള്ളിൽ ലേബലും ഇൻപുട്ടും കൊടുത്തു കഴിഞ്ഞാൽ അത് രണ്ടും ചേർന്ന് നിൽക്കും. എന്നിട്ട് ഈ ഒരു ഐറ്റത്തിന്റെ MB3, അതായത് മാർജിൻ ബോട്ടം 3, നെക്സ്റ്റ് ലൈനിലേക്ക് ഒരു സ്പേസ് വേണം. നെക്സ്റ്റ് ലൈനും ഈ ഒരു ലൈനും തമ്മിൽ സ്പേസ് ആണ്. അതിന് വേണ്ടിയിട്ട് MB3 എന്ന് പറയുന്ന ക്ലാസ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് രണ്ടാമത്തെ എലമെന്റ് കൂടെ ആഡ് ചെയ്തു. ഫോം ഗ്രൂപ്പിന്റെ ഉള്ളിൽ ലാസ്റ്റ് നെയിം, അതേപോലെ തന്നെ അതിന്റെ ഇൻപുട്ട് കൂടെ കൊടുത്തു. ഓരോ എലമെന്റിന് നമ്മൾ നെയിം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു എലമെന്റിന്റെ നെയിം ഫസ്റ്റ് നെയിം ആണ്. അതിന് റിക്വയർഡ്, അതായത് വാലിഡേഷൻ ചെയ്യുന്ന സമയത്ത് ഇതൊരു മാൻഡേറ്ററി ഫീൽഡ് ആണ് എന്ന് വാലിഡേഷൻ വരാൻ വേണ്ടിയിട്ട് റിക്വയർഡ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ID ആട്രിബ്യൂട്ട് കൊടുക്കാം. ഒരു ID ആട്രിബ്യൂട്ട് കൂടെ കൊടുക്കാം. ID കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഹൈഫൺ ഇട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞ ID കൊടുത്തു. അപ്പൊ ലേബൽ കൊടുക്കുമ്പോൾ ലേബലിന് 4 എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് കൊടുക്കും. അവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഏതാണ് ഇൻപുട്ട് എലമെന്റ്, ആ എലമെന്റിനുള്ള ലേബൽ ആണല്ലോ കൊടുക്കുന്നത്. അപ്പൊ ആ എലമെന്റിന്റെ ID ആയിരിക്കണം നമ്മൾ 4ൽ കൊടുക്കും. ഞാനിവിടെ ID ക്രിയേറ്റ് ചെയ്ത ID 4ൽ കൊടുത്തു. നെയിം നമ്മൾ ക്യാമൽ കേസോ അല്ലെങ്കിൽ അണ്ടർസ്കോർ ഇട്ടിട്ടോ ആണ് കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ ഇൻപുട്ട് എലമെന്റ് സെൽഫ് ക്ലോസിംഗ് ചെയ്യാൻ വിട്ടുപോകരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് നമുക്ക് കോഡ് ഫോർമാറ്റിംഗ് ഒക്കെ വർക്ക് ആവും. അല്ലാതെയും ഉപയോഗിക്കാം, പക്ഷെ അതൊരു നല്ലൊരു സ്റ്റാൻഡേർഡ് അല്ല. ഇനി അടുത്ത എലമെന്റ് ലാസ്റ്റ് നെയിം. ഇതിന് നമ്മൾ ഒരു ID കൊടുക്കണം. ID ഹൈഫൺ ഇട്ട് സെപ്പറേറ്റ് ചെയ്യാം. അതേപോലെ 4ൽ ഹൈഫൺ ഇട്ട് സെപ്പറേറ്റ് ചെയ്തു. അതും റിക്വയർഡ് ഫീൽഡ് ആണ്. വാലിഡേഷൻ വരാൻ വേണ്ടിയിട്ട് റിക്വയർഡ് കൊടുക്കും. ഇനി നമ്മൾ രണ്ടാമത്തെ അടുത്ത റോ നമുക്ക് കൊടുക്കുമ്പോൾ അടുത്ത ഡിവ് റോ ആണ് കൊടുക്കേണ്ടത്. ഇത് എങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. പേജ് റീഫ്രഷ് ചെയ്യാം. ഫസ്റ്റ് നെയിം ആ ലേബലും ഫീൽഡും ഒരുമിച്ച് വന്നു. ലാസ്റ്റ് നെയിം ലേബലും ഫീൽഡും ഒരുമിച്ച് വന്നു. ഇനി അടുത്ത റോക്ക് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. അടുത്തൊരു റോ ആണ്. ആ ഡിസൈൻ എങ്ങനെ വരുന്നു എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യാം. കണ്ടന്റ് ഒന്നും മാറ്റുന്നില്ല. അപ്പൊ ആ ഒരു സ്പേസ് ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് നമ്മൾ മറ്റൊരു റിപ്പീറ്റിംഗ് കണ്ടാൽ കാണാം. അതായത് മാർജിൻ ബോട്ടം 3 എന്നുള്ളത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എലമെന്റ്. അതായത് നമ്മൾ അടുത്ത റോയും ഈ റോയും തമ്മിലുള്ള സ്പേസ് ആണ്. അപ്പൊ നമ്മൾ ആ ഒരു ക്ലാസ് ആക്ച്വലി ഈ റോക്ക് കൊടുത്താൽ മതി. കാരണം ഈ റോയും അടുത്ത റോയും തമ്മിലുള്ള സ്പേസിനാണ് MB3. ഇപ്പം ആ സ്പേസ് കറക്റ്റ് ഉണ്ട്. നമ്മൾ റോക്ക് മാത്രമാണ് ആ ക്ലാസ് കൊടുത്തത്. ഇപ്പൊ നമ്മൾ റെസ്പോൺസീവ് ഡിസൈൻ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഡിവിന് തന്നെ കൊടുക്കണം. ഉദാഹരണത്തിന് നമ്മൾ റെസ്പോൺസീവ് ഡിസൈനിലേക്ക് പോവാണ്. റെസ്പോൺസീവ് ഡിസൈൻ ഫോം എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ കോൾ എന്ന് പറഞ്ഞ ക്ലാസ് ആണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് മാറ്റിയിട്ട് നമ്മൾ കോൾ വേണം. അതേപോലെ തന്നെ സ്മോൾ ഡിവൈസിൽ എന്തായിരിക്കണം? SM12, അതായത് സ്മോൾ ഡിവൈസിൽ 12 ആയിരിക്കും. ആദ്യം സ്മോൾ, അത് കഴിഞ്ഞിട്ടാണ് അടുത്തത് കൊടുക്കുന്നത്. നമ്മുടെ മെയിൻ ടോപ്പിക് ഇവിടെ PHP ആണ്. എങ്ങനെയാണ് PHP MySQL കണക്ട് ചെയ്യുക എന്നുള്ളതും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ റെസ്പോൺസീവ് ഡിസൈൻ ഇപ്പോൾ ഇതിൽ കൺസിഡർ ചെയ്യുന്നില്ല. റെസ്പോൺസീവ് ഡിസൈൻ എങ്ങനെയാണെന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബൂട്ട്സ്ട്രാപ്പിന്റെ വീഡിയോ കണ്ടാൽ മതി. അതിൽ നമ്മൾ റെസ്പോൺസീവ് ഡിസൈൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി നമ്മൾ ഈ ഒരു ഫോം എങ്ങനെ റെസ്പോൺസീവ് ഡിസൈൻ ആക്കുന്നുള്ള സ്പീഡിൽ ഒന്ന് പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോ കോൾ എന്ന് പറയുന്ന ജനറിക് ക്ലാസ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ജനറിക് ക്ലാസ്സിന് പകരം നമുക്ക് റെസ്പോൺസീവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉപയോഗിക്കണം. അതായത് സ്മോൾ ഡിവൈസിലാവുന്ന സമയത്ത് നമുക്ക് 12, അതായത് ഒരു ഫീൽഡ് ആയിരിക്കണം ഒരു റോ
റോയിലുള്ളത്. ഇനി അത് കഴിഞ്ഞിട്ട് MD മുതൽ, അതായത് മീഡിയം ഡിവൈസ് മുതൽ അങ്ങോട്ടേക്ക് നമുക്ക് 6 ആയിരിക്കണം എന്നുള്ളത് ഈ രീതിയിൽ കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് റെസ്പോൺസീവ് ഡിസൈനിൽ ഒരു ഫീൽഡ് ഒരു റോല് എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. കുറച്ച് വലിയ സ്ക്രീനിലേക്ക് വരുമ്പോൾ അത് റെസ്പോൺസീവ് ഡിസൈന് 2 ഫീൽഡ് ഒരു റോല് എന്നുള്ള രീതിയിലും വന്നു. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ റെസ്പോൺസീവ് ഡിസൈനെ കൂടെ കൺസിഡർ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മാർജിൻ ബോട്ടം എന്ന് പറയുന്ന ക്ലാസ് നിങ്ങൾ ആ ഒരു ഫോമിന്റെ ആ ഒരു ഡിവിന് തന്നെ കൊടുക്കണം. മൊബൈൽ മോഡിലേക്ക് വന്നാൽ നമുക്ക് ആ സ്പേസിങ്. മറ്റുള്ള ഫീൽഡുകൾക്ക് ഞാൻ ആ ഒരു റെസ്പോൺസീവ് ഡിസൈന് കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഒരു പ്രോജക്റ്റ് ആണ് നിങ്ങൾ ചെയ്യുന്നത്, ഒരു കമ്പനിക്കൊക്കെ വേണ്ടി നിങ്ങൾ ഒരു പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായും റെസ്പോൺസീവ് ഡിസൈൻ കൂടെ കൺസിഡർ ചെയ്യണം. ഇനി ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ള ആ റോ എടുത്തു കളഞ്ഞു. ബാക്കിയുള്ള ഫീൽഡുകൾ ആഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിന്റെ PHPന്റെ കോഡ് കൂടെ ആഡ് ചെയ്യാം. അതായത് ഒരു ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ, അതായത് ഫോമിന് മെയിൻലി 2 ആക്ഷൻ ആണ് ഉണ്ടാവുക. ഒന്ന് സബ്മിറ്റ് ചെയ്യാം, ഇനി അതല്ലെങ്കിൽ നമുക്ക് ആ ഫോം റീസെറ്റ് ചെയ്യാം. ഒരു ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിനൊരു മെത്തേഡും ഒരു ആക്ഷനും വേണം. അതായത് ഏത് മെത്തേഡിലാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നത്. HTTPയിൽ പല മെത്തേഡുകൾ ഉണ്ട്. അതായത് HTTPയിൽ ഡാറ്റ സെൻഡ് ചെയ്യാനുള്ള മെത്തേഡുകൾ, ഒന്ന് ഗെറ്റ് ആണ്, 2 പോസ്റ്റ്, പിന്നെ പുട്ട്, ഡിലീറ്റ്, അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ അതിൽ ഒരു ഫോമിന് നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ഒരു മെത്തേഡ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബൈ ഡീഫോൾട്ട് അതിന്റെ മെത്തേഡ് ഗെറ്റ് ആയിരിക്കും. അപ്പൊ നമുക്കിവിടെ ജസ്റ്റ് ഒരു ബട്ടൺ ഇവിടെ ആഡ് ചെയ്ത് നോക്കാം. സേവ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ബട്ടന്റെ ടൈപ്പ് സബ്മിറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ബട്ടന്റെ ടൈപ്പ് ബട്ടൺ അല്ല, സബ്മിറ്റ് ആണെങ്കിൽ മാത്രമേ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഫോം സബ്മിറ്റ് ആവുള്ളൂ. പേജ് റിഫ്രഷ് ചെയ്തു. ഇവിടെ സേവില് ക്ലിക്ക് ചെയ്യാണ്. സേവില് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ റിക്വയർഡ് കൊടുത്തോണ്ട് ആ വാലിഡേഷൻ എറർ കാണിക്കുന്നുണ്ട്. ബ്രൗസർ ഓട്ടോമാറ്റിക്കലി വാലിഡേറ്റ് ചെയ്യും. ഡാറ്റ എൻ്റർ ചെയ്തു, സേവ് കൊടുത്താൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ URL ആ ഒരു ഡാറ്റ എംബഡ് ആയിട്ടുണ്ട്. URL ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ഫസ്റ്റ് നെയിം ഈക്വൽ ടു ഒരു ഡാറ്റ വന്നു, പിന്നെ ആംബ്രസെന്റ് ഇട്ട് അടുത്ത ഫീൽഡ് സെപ്പറേറ്റ് ചെയ്തു, ലാസ്റ്റ് നെയിം ഈക്വൽ ടു നമ്മൾ കൊടുത്ത വാല്യൂ. അപ്പൊ ഇങ്ങനെ URL ഡാറ്റ വരുന്ന ഈ ഒരു പാർട്ടിനാണ് ക്വറി സ്ട്രിംഗ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കഴിഞ്ഞിട്ടുള്ള ഡാറ്റയ്ക്കാണ് ക്വറി സ്ട്രിംഗ് എന്ന് പറയുന്നത്. അത് ഓരോ ഫീൽഡ് സെപ്പറേറ്റ് ചെയ്യുന്നത് ആംബ്രസെന്റ് മാർക്ക് ഇട്ടിട്ടാണ്. കീ ഈക്വൽ ടു വാല്യൂ, ആ രീതിയിലാണ് ഡാറ്റ ഉണ്ടാവുക. അപ്പൊ നമ്മളൊരു ഗെറ്റിലാണ് ഡാറ്റ പാസ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും നമ്മൾ ആ URL ആണ് ഡാറ്റ ഉണ്ടാവുക. ബൈ ഡീഫോൾട്ട് ഫോമിന്റെ മെത്തേഡ് എന്ന് പറയുന്നത് ഗെറ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ആക്ഷൻ സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ആക്ഷൻ എന്ന് പറഞ്ഞാൽ സെയിം ഫയൽ തന്നെ ആയിരിക്കും അതിന്റെ ആക്ഷൻ. വേറൊരു ഫയലിലേക്കല്ല പോവുക, സെയിം ഫയലിലേക്ക് തന്നെ ആയിരിക്കും പോവുക. അപ്പോൾ ഇങ്ങനെ ഗെറ്റ് ആവുന്ന സമയത്ത് പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റയോ അല്ലെങ്കിൽ ഒരുപാട് ഫീൽഡുകളൊക്കെ ഉണ്ടെങ്കിൽ ഗെറ്റിൽ നമുക്ക് പാസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഗെറ്റിൽ പാസ് ചെയ്യുമ്പോൾ ആർക്കും ആ ഡാറ്റ കാണാൻ പറ്റും. പിന്നെ കൂടാതെ തന്നെ ഈ ഒരു URL ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ട് വീണ്ടും അത് എക്സിക്യൂട്ട് ചെയ്യും. അതായത് ഈ ഒരു URL കോപ്പി പേസ്റ്റ് ചെയ്ത് ബ്രൗസറിൽ പുതിയൊരു ടാബിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ഫോം വീണ്ടും സബ്മിറ്റ് ആവും. നിങ്ങൾ ഫോമിൽ എൻ്റർ ചെയ്യാതെ തന്നെ വീണ്ടും സബ്മിറ്റ് ആവും. പിന്നെ അതേപോലെ തന്നെ ഗെറ്റിന്റെ ആ URL ഡാറ്റ ലിമിറ്റേഷൻസ് ഉണ്ട്. 4 KB അങ്ങനെ മറ്റോ ആയിരുന്നു. അങ്ങനെ ഡാറ്റ ലിമിറ്റേഷൻ അത് ബ്രൗസർ ഡിപ്പെൻഡന്റ് ആണ്. ചില ബ്രൗസറിൽ കൂടും, ചില ബ്രൗസറിൽ കുറയും. അപ്പോൾ നിങ്ങൾ വലിയൊരു ഫോം ആണെന്നുണ്ടെങ്കിൽ ആ URL ഒരുപാട് ലെങ്ത് ഉണ്ടാവും. അങ്ങനെ ആ ലെങ്ത് വന്ന് ഒരു ലിമിറ്റ് എത്തുമ്പോൾ ബാക്കി അങ്ങോട്ടേക്ക് ഡാറ്റ പോവില്ല. അപ്പൊ അതിന്റെ പകുതി നിങ്ങൾ സെൻഡ് ചെയ്തതിന്റെ പകുതി മാത്രമേ സെർവറിലേക്ക് എത്തുള്ളൂ, പകുതി കട്ടായി പോകും. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. പിന്നെ സെൻസിറ്റീവ് ഡാറ്റ യൂസർ നെയിം പാസ്വേഡ് ഒക്കെ വന്ന സമയത്ത് URL എല്ലാവർക്കും കാണാൻ പറ്റും. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോം ഒക്കെ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നമ്മൾ സേവ് ചെയ്യാനാണെങ്കിൽ എപ്പോഴും പോസ്റ്റ് മെത്തേഡാണ് ഉപയോഗിക്കുക. നമ്മൾ റീഡ് ചെയ്യാനാണ് ഗെറ്റ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ആ ഫോമിൽ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്താണ് മെത്തേഡ് എന്നും ആക്ഷൻ എന്നും പറഞ്ഞു കൊടുക്കണം. മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. അതേപോലെ തന്നെ ആക്ഷനോടെ കൊടുക്കണം. ആക്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ആ സെയിം ഫയലിന്റെ ഒരു URL തന്നെ ആക്ഷൻ കൊടുക്കുക. അതും നമ്മൾ URL ഒക്കെ ഒന്ന് എൻകോഡ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് PHPന്റെ ഒരു ഫംഗ്ഷൻ കൂടെ ഉപയോഗിച്ച് കൊടുക്കാം. ആക്ഷൻ എന്നാണ് കീവേഡിന്റെ പേര്. ഫോമിന്റെ മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ് ആക്ഷനുള്ളത് നമ്മൾ PHPന്റെ ഒരു എക്കോ ചെയ്യാണ്. PHP എക്കോ HTML സ്പെഷ്യൽ ക്ലാസ് ഓഫ് $_server of PHP self. അതിന്റെ മീനിങ് നമ്മൾ എക്കോ ചെയ്യാണ്, പ്രിന്റ് ചെയ്യാണ്. എന്ത് HTML സ്പെഷ്യൽ ക്ലാസ് ഓഫ് അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതായത് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് സ്പേസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സ്പെഷ്യൽ ക്യാരക്ടറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആണ് പ്രിന്റ് ചെയ്യുക, എക്കോ ചെയ്യുക. എന്താണ് സ്പെഷ്യൽ ക്യാരക്ടറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്? $_server of PHP self. നമ്മൾ അറേ ആണ് ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് വിളിക്കുക. അപ്പോൾ $_server എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ വേരിയബിൾ ആണ്. PHPയിലുള്ള ഒരു ഗ്ലോബൽ വേരിയബിൾ ആണ് $_server എന്ന് പറയുന്നത്. ഈ വേരിയബിളിൽ ഒരുപാട് ഡാറ്റാസ് ഉണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. നമുക്കിവിടെ ഒരു PHP കോഡ് എഴുതിയിട്ട് അവിടെ നമുക്ക് പ്രിന്റ് അറേ PHPയിൽ അറേ പ്രിന്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ആണ് print_r. അതിലേക്ക് ആ ഒരു വേരിയബിൾ പാസ് ചെയ്തു. അതിൽ എന്തൊക്കെയുള്ളത് നമുക്ക് പ്രിന്റ് ചെയ്തു. അപ്പൊ അതൊരു അറേ ആണ്. അതിൽ ഡോക്യുമെന്റ് റൂട്ട്, അതായത് ഈ ഒരു ഫയലിന്റെ ഈ ഒരു പ്രൊജക്ടിന്റെ അല്ലെങ്കിൽ ഫയലിന്റെ റൂട്ട് ഫോൾഡർ ഏതാണെന്നുണ്ട്. അതേപോലെ തന്നെ IP അഡ്രസ്സുകളുണ്ട്, പോർട്ട് നമ്പറുകളുണ്ട്, സോഫ്റ്റ്വെയർ എന്താണ്, ഡെവലപ്മെന്റ് സെർവർ,
സെർവർ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ പെട്ട ഒന്നാണ് സ്ക്രിപ്റ്റ് ഫയൽ നെയിം ഉണ്ട്, സ്ക്രിപ്റ്റ് നെയിം ഉണ്ട്, HTTP ഹോസ്റ്റ്, ലോക്കൽ ഹോസ്റ്റ് 9003, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു $_സെർവർ എന്ന് പറയുന്ന ഗ്ലോബൽ വേരിയബിൾ ഉപയോഗിച്ച് നമുക്ക് ആ ഒരു ഫയലിനെ സംബന്ധിക്കുന്ന ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ പറ്റും. ഏതാണ് ബ്രൗസർ ഉപയോഗിക്കുന്നത്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസ് ഉണ്ട്. ക്രോം ആണ് ബ്രൗസർ ഉപയോഗിക്കുന്നത്, അതേപോലെ തന്നെ ഏതാണ് പ്ലാറ്റ്ഫോം, OS ഏതാണെന്നുള്ള, മാക് OS ആണ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഗ്ലോബൽ വേരിയബിളിലുള്ള ഒരു കീ ആണ് PHP സെൽഫ് എന്ന് പറയുന്നത്. PHP സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഫയലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ആ ഫയലിന്റെ പാത്താണ് PHP സെൽഫ് എന്ന് പറയുന്ന വേരിയബിളിലുള്ളത്. അപ്പൊ നമ്മൾ ആ ഒരു ഫയലാണ്, അപ്പൊ നമ്മൾ ആ ഒരു കീവേഡ് ആണ് ഇവിടെ സ്പെഷ്യൽ ക്യാരക്ടർ എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുക. അപ്പൊ അതിൽ ഫയലിന്റെ പാത്തിൽ എന്തെങ്കിലും സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എൻകോഡ് ചെയ്യും, എന്നിട്ട് അത് എക്കോ പ്രിന്റ് ചെയ്യും. അപ്പൊ ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ് നമ്മൾ റീഡ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ എന്താണ് PHP സെൽഫ് എന്ന് എടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഫയലിന്റെ പാത്ത് കിട്ടും, add-employee.php, അതായിരിക്കും പാത്ത്. എന്നിട്ട് അത് അടുത്തത് എങ്ങോട്ട് കൊടുത്തു, HTML സ്പെഷ്യൽ ക്യാരക്ടറിലേക്ക് കൊടുത്തു. അപ്പൊ അതിന് സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൺവേർട്ട് ചെയ്തു, എന്നിട്ട് ആ കൺവേർട്ട് ചെയ്തതിന് നമ്മൾ എക്കോയിലേക്ക് കൊടുത്തു. അപ്പൊ അത് പ്രിന്റ് PHP കൂടെ കൊടുത്തോണ്ട് അത് പ്രിന്റ് ചെയ്തിട്ട് ആക്ഷൻ എന്ന് പറയുന്ന ഈക്വൽ ടു ആ വാല്യൂന്റെ ഉള്ളിലേക്കാണ് പ്രിന്റ് ചെയ്യുന്നത്. ഒന്നുകൂടെ റിഫ്രഷ് ചെയ്ത് നോക്കാം. നമ്മൾ ആ ക്വറി പാരാമീറ്റർസ് ഒക്കെ നമ്മൾ റിമൂവ് ചെയ്തു. ഇനി നമ്മളൊന്ന് ഇൻസ്പെക്ട് ചെയ്തിട്ട് ഒരു ഫോമിന്റെ ആക്ഷൻ എന്താണോ വന്നെന്ന് നോക്കാം. ഫോമിന്റെ ആക്ഷൻ /add-employee.php. അപ്പൊ നമ്മൾ ആ ഒരു ഫയലിന്റെ പാത്ത് തന്നെ ആ ഒരു ആക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഇത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ പേജിലേക്ക് തന്നെയാണ് അത് സബ്മിറ്റ് ആവുക. അപ്പൊ നമ്മൾ ഈ പേജിൽ തന്നെ അത് സബ്മിറ്റ് ചെയ്യാനുള്ള, പ്രോസസ് ചെയ്യാനുള്ള, ഫോം പ്രോസസ് ചെയ്യാനുള്ള കോഡ് കൂടെ എഴുതേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ഈ ഫയലിന്റെ ടോപ്പിൽ വന്നിട്ട് അതിവിടെ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് HTML കോഡിന്റെ ആവശ്യമില്ല, PHP ആണല്ലോ ആവശ്യം. അപ്പോൾ ഫയലിന്റെ ടോപ്പിൽ വന്നിട്ട് PHP കോഡ് നമ്മൾ ഓപ്പൺ ചെയ്യാണ്. ബൈ ഡീഫോൾട്ട് നമ്മൾ പേജ് ബ്രൗസറിൽ ലോഡ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ബ്രൗസറിൽ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ മെത്തേഡ് ഗെറ്റ് ആയിരിക്കും, ബ്രൗസറിൽ ലോഡ് ചെയ്യുന്നതുണ്ട്. സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പോസ്റ്റ് ആണ് കൊടുത്തത്. അപ്പൊ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു if കണ്ടീഷൻ ഇട്ടു, if $_server of request മെത്തേഡ്. നേരത്തെ നമ്മൾ പ്രിന്റ് ചെയ്തപ്പോൾ അതിലുണ്ടായിരുന്നു request_ മെത്തേഡ് ക്യാപിറ്റലാണ്, == പോസ്റ്റ്. അതായത് ഈ ഒരു സെർവറിന്റെ റിക്വസ്റ്റ് മെത്തേഡ് പോസ്റ്റ് ആണെങ്കിൽ ആദ്യം നമ്മൾ പേജിൽ ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ ഗെറ്റ് ആയിരിക്കും, ബ്രൗസറിൽ ലോഡ് ചെയ്യും. അപ്പൊ ഈ ലൂപ്പിന്റെ ഉള്ളിൽ കയറില്ല, ബാക്കി HTML കാര്യങ്ങളൊക്കെയാണ് പ്രിന്റ് ആവുള്ളൂ. ഇനി പോസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ, അതായത് ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ലൂപ്പിന്റെ ഉള്ളിൽ കയറും. നമുക്ക് അവിടെ ജസ്റ്റ് എക്കോ ചെയ്ത് നോക്കാം, എക്കോ പോസ്റ്റഡ്. റീഫ്രഷ് ചെയ്തു, പോസ്റ്റഡ് എന്ന് എവിടെയും പ്രിന്റ് ചെയ്തിട്ടില്ല, കാരണം ബ്രൗസറിൽ നമ്മൾ ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ മെത്തേഡ് ഗെറ്റ് ആണ്. ഇനി നമുക്ക് സബ്മിറ്റ് ചെയ്യാം. സേവ് ക്ലിക്ക് ചെയ്തു. അപ്പൊ സബ്മിറ്റ് ചെയ്തപ്പോൾ ആ പേജിൽ പോസ്റ്റഡ് എന്ന് പറയുന്നത് പ്രിന്റ് ചെയ്തു. എന്നിട്ട് എന്റെ താഴെയുള്ള ബാക്കിയുള്ള എന്തൊക്കെയാണ് അത് കണ്ടീഷന്റെ ഉള്ളിലല്ല, എൽസ് ബ്ലോക്കിന്റെ ഉള്ളിലൊന്നല്ല, അപ്പൊ അത് എല്ലാത്തിനും വരും. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ പ്രിന്റ് ആയി. അപ്പൊ ഈ ഫോം സബ്മിറ്റ് ആവുന്നുണ്ട്. ഇനി നമുക്ക് കിട്ടുന്ന ഡാറ്റ, അതായത് സെൻഡ് ചെയ്യുന്ന ഫോമിലെ ഡാറ്റ നമുക്ക് ഇവിടെയാണ് പ്രോസസ് ചെയ്തിട്ട് നമ്മൾ ഡാറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഓരോ ഫീൽഡുകൾ ആക്സസ് ചെയ്തിട്ട് നമുക്കൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാം. നമ്മൾ എല്ലാ ഡാറ്റയും നമുക്ക് ഒരു അറയിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു അറ ഉണ്ടാക്കാം. ഫോം ഡാറ്റ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഡാറ്റ എന്ന് പറയുന്ന ഒരു അറ ഉണ്ടാക്കി അതിൽ നമ്മൾ ഓരോ ഫീൽഡിന്റെ നെയിമും വാല്യൂ കൂടെ എടുത്തു. വാല്യൂ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന വാല്യൂ നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഉള്ള ഫോമിന്റെ നെയിമുകളാണ് ഇവിടെ യൂസ് ചെയ്യുക. അതായത് ഫസ്റ്റ് നെയിമിനെ നമുക്ക് first_name, അതാണ് നമ്മൾ നെയിം കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് നെയിം PHPയിൽ നമുക്ക് അറയില് അസോസിയേറ്റ് അറേ ആവുന്ന സമയത്ത് നമുക്ക് ആ കീ വാല്യൂ ഉള്ള അറയാവുമ്പോൾ അതിന്റെ കീ കൊടുത്തു, എന്നിട്ട് ആരോ ഇട്ടിട്ട് ആരോ ഇട്ടിട്ട് ആണ് അതിന്റെ വാല്യൂ കൊടുക്കുക. ഇവിടെ ആയിരിക്കും ആ വാല്യൂ, ഇങ്ങനെ ആയിരിക്കും കൊടുക്കുക. ഇനി നമ്മൾ ഒരു മെത്തേഡ്, നമ്മൾ HTTP മെത്തേഡ് ഗെറ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിലുള്ള നമ്മുടെ ഫോമിന്റെ ഡാറ്റ ആക്സസ് ചെയ്യുക $_get എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ വേരിയബിൾ ഉപയോഗിച്ചിട്ടാണ്. അതൊരു അറയാണ്. എന്നിട്ട് അതിൽ എന്തുണ്ടാവും, നമ്മൾ ഓരോ ഫോമിന്റെ ഫീൽഡിന്റെ നെയിം ഉണ്ടാവും. അതായത് ഗെറ്റ് ആണ് നമ്മളെ മെത്തേഡ് എങ്കിൽ, നമ്മളെ ഫോമിന്റെ മെത്തേഡ് എങ്കിൽ $_get ഓഫ് ഫസ്റ്റ് നെയിം. അപ്പൊ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് നെയിമിൽ എന്താണ് സബ്മിറ്റ് ചെയ്ത ഡാറ്റ കിട്ടും. പക്ഷെ നമുക്ക് ഇവിടെ പോസ്റ്റ് ആകുമ്പോൾ നമുക്ക് $_post ഓഫ് ഫസ്റ്റ് നെയിം. ഇനി കോമ ഇട്ടിട്ട് അടുത്ത ഫീൽഡ് കൂടെ കൊടുക്കാം, ലാസ്റ്റ് നെയിം. ഇനി നമുക്ക് ബാക്കിയുള്ള ഫീൽഡുകളോട് കൊടുക്കാം. ആദ്യത്തെ റോ കഴിഞ്ഞിട്ട് ഇമെയിലും സാലറിയും അടുത്ത റോയിൽ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇനി ഡിപ്പാർട്ട്മെന്റ് മാത്രമേ ഉള്ളൂ. ഡിപ്പാർട്ട്മെന്റ് ഒരു റോയിൽ ഡിപ്പാർട്ട്മെന്റും കൊടുക്കും. div.row ഒരു കോളത്തിലേക്ക് മാറ്റാം. ഡിപ്പാർട്ട്മെന്റ് മാൻഡേറ്ററി അല്ല എന്നാക്കാം, റിക്കോർഡ് ഒഴിവാക്കാം. ബാക്കി സാലറി റിക്വയർഡ് ആണ്, ഇമെയിൽ റിക്വയർഡ്, സാലറിയും കൂടെ നമുക്ക് റിക്കോർഡ് ഒഴിവാക്കാം. ഇനി നമ്മൾ സബ്മിറ്റ് ബട്ടന്റെ കൂടെ ഒരു റീസെറ്റ് ബട്ടണും കൂടെ, ഫോം നമുക്ക് റീസെറ്റ് ചെയ്യാനുള്ള ഒരു ബട്ടൺ കൂടെ കൊടുക്കാം. അതിന് ടൈപ്പ് റീസെറ്റ് എന്നാണ് കൊടുക്കേണ്ടത്. ഇൻപുട്ട് ടൈപ്പ് റീസെറ്റ് അല്ലെങ്കിൽ ബട്ടൺ ടൈപ്പ് റീസെറ്റ്, ഈ രണ്ട് രീതിയും കൊടുക്കാം. അപ്പൊ അതിന് BTN ബൂട്ട്സ്ട്രാപ്പിന്റെ ബട്ടൺ ക്ലാസ്സുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ, സാലറി,
ഡിപ്പാർട്ട്മെന്റ് ഒരു ഫീൽഡ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഒരു റോല് ഫില്ലായി നിൽക്കുന്നുണ്ട്, ഫുൾ ഫില്ലായി നിൽക്കുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് കുറച്ച് വൃത്തിക്ക് അത്ര വലുതാവണം എന്നല്ല, ചെറുതായി നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോൾ MD6 എന്ന് വിളിക്കാം. ഒരു റോല് ഒരു പകുതി മാത്രമേ ഓക്കുപ്പൈ ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മൾ എന്തെങ്കിലും ഡാറ്റ ഫില്ല് ചെയ്തിട്ട് ക്ലിയർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോമിന്റെ ഡാറ്റ ക്ലിയർ ആവും. സേവ് നമ്മൾ ചെക്ക് ചെയ്താണ്. ഇനി നമുക്ക് ആ ഡാറ്റ പ്രോസസ് ചെയ്യണം. ആദ്യം നമ്മൾ ഡാറ്റാബേസിലേക്കാണ് നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ഡാറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എംപ്ലോയിക്ക് ഒരു മോഡൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മോഡൽ നമ്മൾ ഫംഗ്ഷനും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്, പക്ഷെ ആ ഫംഗ്ഷന്റെ ബോഡി നമ്മൾ ഫില്ല് ചെയ്തിട്ടില്ല. ഇനി അടുത്തത് നമുക്ക് ഫോമിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു ബോഡി ഫില്ല് ചെയ്യും. ഡാറ്റ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് MySQLന്റെ ഇൻസേർട്ട് ഇൻടു എന്ന് പറയുന്ന ക്വറി ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ആ ക്വറി നമുക്ക് ഇവിടെ ഇൻസേർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ആഡ് ഫംഗ്ഷന്റെ ഉള്ളിൽ വന്നിട്ട് ആ ക്വറി പ്രിപ്പയർ ചെയ്യണം. ക്വറി ഈക്വൽ ടു ഇൻസേർട്ട് ഇൻടു നമ്മളെ ദിസ് ടേബിൾ, അതായത് എംപ്ലോയീസ് അപ്പൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോട്ട് ഉപയോഗിച്ചത്. എന്നിട്ട് ഫീൽഡിന്റെ ബ്രാക്കറ്റിൽ ഫീൽഡിന്റെ നെയിം, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ, സാലറി, ഡിപ്പാർട്ട്മെന്റ്, എത്രയും ഫീൽഡ് ഉണ്ട് അത്രയും ഫീൽഡുകൾ വാല്യൂസിന്റെ ഉള്ളിൽ വേണം. വാല്യൂസിന്റെ ഉള്ളിൽ അത്രയും ക്വസ്റ്റ്യൻ മാർക്കാണ് ഇട്ടിട്ടുള്ളത്. എന്താണ് ഈ ക്വസ്റ്റ്യൻ മാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡാറ്റാബേസുകളൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡാറ്റ യൂസർ തരുന്ന ഇൻപുട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് അത് നമ്മൾ സാനിറ്റൈസ് ചെയ്തിട്ട് വേണം ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ഇൻസേർട്ട് ചെയ്താൽ SQL ഇഞ്ചക്ഷൻ അറ്റാക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഒരു ഫീൽഡ് നമുക്ക് ആർക്ക് വേണമെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള SQL ഇഞ്ചക്ഷൻസ് ട്രൈ ചെയ്യാം. അപ്പൊ അങ്ങനെ SQL ഇഞ്ചക്ഷൻസ് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റാബേസിൽ എറർ ആവും. എറർ ആയിട്ട് നമ്മുടെ ഡാറ്റ യൂസേഴ്സിന് ലീക്ക് ആവും, അതായത് എറർ ത്രോ ചെയ്യും. അങ്ങനെ ത്രോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡാറ്റയിലേക്ക് ആക്സസ് കിട്ടുകയും അവർക്ക് ആ ഡാറ്റ സ്റ്റീൽ ചെയ്യാനോ അല്ലെങ്കിൽ ഡാറ്റ എഡിറ്റ് ചെയ്യാനോ ഒക്കെ ഉള്ള പെർമിഷൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇൻസേർട്ട്, അപ്ഡേറ്റ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഡാറ്റ പ്രിപ്പയർഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. അങ്ങനെ പ്രിപ്പയർഡ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് നമുക്ക് സാനിറ്റൈസ് ചെയ്തിട്ട് മാത്രമേ ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയാണ് SQL ഇഞ്ചക്ഷന് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഏതൊരു ഇന്റർവ്യൂലൊക്കെ ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെ നിങ്ങൾ ഡാറ്റനെ നിങ്ങൾ SQL ഇഞ്ചക്ഷന് പ്രൊട്ടക്ട് ചെയ്യും. അപ്പൊ അതിന് ആൻസർ നിങ്ങൾക്ക് ഡാറ്റാബേസ് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പ്രിപ്പയർഡ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാം എന്നായിരിക്കണം അതിന്റെ ആൻസർ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓരോ ക്വസ്റ്റ്യൻ മാർക്ക് ഇവിടെ ഇട്ടുണ്ട്. ഓരോ ഫീൽഡിന്റെ വാല്യൂന്റെ നേരെ ക്വസ്റ്റ്യൻ മാർക്കാണ്. ആക്ച്വലി ഇവിടെ നമ്മൾ വാല്യൂ ആയിരുന്നു കൊടുക്കേണ്ടത്, അതായത് ഫസ്റ്റ് നെയിമിന്റെ ഡോളർ ഫസ്റ്റ് നെയിമോ എന്താണ് ആ വാല്യൂ അതായിരുന്നു കൊടുക്കേണ്ടത്. അതിന് പകരം നമ്മൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ആ ക്വറി നമുക്ക് പ്രിപ്പയർ ചെയ്യണം. പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു STMT എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ഞാൻ ഒരു കണക്ഷൻ, ആ കണക്ഷന് പ്രിപ്പയർ, അതായത് MySQL കണക്ഷനിൽ പ്രിപ്പയർ എന്ന് പറയുന്ന ഒരു MySQL കണക്ഷന്റെ ഒബ്ജക്റ്റിൽ പ്രിപ്പയർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. MySQLന്റെ കണക്ഷനിൽ നമ്മൾ കണക്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ക്വറി ഉണ്ടായിരുന്നു. ക്വറി നമ്മൾ ഉപയോഗിച്ചതാണ്. അതേപോലെ തന്നെ പ്രിപ്പയറിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ആ ഒരു ക്വറി പാസ് ചെയ്തു. ഇവിടെ നമ്മൾ ആ ക്വറി ഡയറക്റ്റ് ക്വറിയിലേക്കാണ് കൊടുത്തത്. കാരണം അവിടെ നമ്മൾ സെലക്ട് ചെയ്യണം, നമ്മൾ ഇൻസേർട്ട് ചെയ്യല്ല ചെയ്യുന്നത്. ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് പ്രിപ്പയർ എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷനിലേക്കാണ് ക്വറി പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഓരോ വേരിയബിൾസ് സെറ്റ് ചെയ്തിട്ട് ബൈൻഡ് ചെയ്യണം. അതായത് ഈ ഓരോ ക്വസ്റ്റ്യൻ മാർക്കിന്റെ നേരെ ഓരോ വാല്യൂസ് ബൈൻഡ് ചെയ്യണം. അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വേരിയബിൾസ്, അതായത് ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ, സാലറി, ഡിപ്പാർട്ട്മെന്റ്, ഈ വേരിയബിൾസ് ഒക്കെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോഴും നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിനൊക്കെ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ എംപ്ലോയി എന്ന് പറഞ്ഞ മോഡലിൽ നമുക്ക് ടേബിൾ എന്ന് പറഞ്ഞ വേരിയബിൾ റീയൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഒരു പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്തു ഈ ക്ലാസ്സിൽ. അപ്പൊ അതേപോലെ നമ്മൾ ഓരോ ഫീൽഡിനും നമ്മൾ പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് നെയിം ഒരു പബ്ലിക് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, ലാസ്റ്റ് നെയിം, ഇമെയിൽ, സാലറി, ഡിപ്പാർട്ട്മെന്റ് എല്ലാത്തും നമ്മൾ പബ്ലിക് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആ വേരിയബിളിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്ന ഡാറ്റ നമുക്ക് സെറ്റ് ചെയ്യാം. അതായത് ഈ ഒരു പബ്ലിക് വേരിയബിളിൽ നമുക്ക് ഡാറ്റ കിട്ടും എന്ന് അസ്യൂം ചെയ്യാം. അതായത് ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയെങ്കിലും ഇവിടെ ഡാറ്റ എത്തും. അതായത് ഈ ഫസ്റ്റ് നെയിമിൽ നമ്മൾ എന്താണ് അവിടെ കൊടുത്തത് ആ ഒരു വാല്യൂ എത്തും എന്നുള്ളത് അസ്യൂം ചെയ്യാം. എന്നിട്ട് അത് നമുക്ക് ഇനി ആ വേരിയബിളിന്റെ ആ ഡാറ്റ എന്ന ഡാറ്റ നമുക്ക് MySQLിലേക്ക് പോകുന്നതിന് മുമ്പ് വീണ്ടും നമുക്കൊന്ന് എൻകോഡ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് അതൊന്ന് സാനിറ്റൈസ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ ഉപയോഗിച്ച പോലെ HTML സ്പെഷ്യൽ കാർസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ടാഗ് ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ HTML ടാഗ് ഒക്കെ നമ്മൾ ഇൻപുട്ടിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ XSS ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് എന്നൊക്കെ പറയുന്ന ഹാക്കിംഗ് അറ്റംപ്റ്റ് ഇഗ്നോർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒക്കെ റിമൂവ് ചെയ്ത് പിന്നെ ടാഗ് ഒക്കെ ഉണ്ടെങ്കിൽ സ്ട്രിപ്പ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഓരോ വേരിയബിൾസിനെ ദിസ് ഫസ്റ്റ് നെയിം ഈക്വൽ ടു HTML സ്പെഷ്യൽ കാർസ് ഓഫ്, എന്നിട്ട് അതിന്റെ ഉള്ളിൽ സ്ട്രിപ്പ് ടാഗ്സ് ഓഫ്, അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ആ വേരിയബിൾ കൊടുക്കുകയാണ്. അതായത് ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ് റീഡ് ചെയ്യേണ്ടത്. അതായത് ആദ്യം നമ്മളെ വേരിയബിൾ എടുത്തു, ഫസ്റ്റ് നെയിം എന്ന് പറയുന്ന വേരിയബിൾ ദിസ്, അതായത് ഈ ക്ലാസ്സിലുള്ള ഫസ്റ്റ് നെയിം എന്ന് പറയുന്ന വേരിയബിൾ എടുത്തിട്ട് സ്ട്രിപ്പ് ടാഗ്സ് എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യണം. അതായത് സ്ട്രിപ്പ് HTML
ആൻഡ് PHP tags from a string. അതാണ് ഈ ഒരു ഫംഗ്ഷൻ ചെയ്യുന്നത്. ഈ ഒരു ഫംഗ്ഷനിലേക്ക് നമ്മൾ പാസ് ചെയ്ത് ഇൻപുട്ടിൽ അത് PHP ടാഗോ, അതായത് നിങ്ങൾ ഇൻപുട്ടിൽ ഫസ്റ്റ് നെയിം അൻഷാദ് എന്ന് എൻ്റർ ചെയ്യുന്നതിന് പകരം PHPന്റെ ടാഗ് ഇട്ടു, അല്ലെങ്കിൽ HTMLന്റെ P എന്നൊക്കെ പറഞ്ഞിട്ട് പാരഗ്രാഫ് ടാഗ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ടാഗ് ഒക്കെ സ്ട്രിപ്പ് ചെയ്ത് ഒഴിവാക്കിക്കളയും. എന്നിട്ട് അതിന്റെ ആ ഒരു റിസൾട്ട് റിട്ടേൺ ചെയ്യും. അപ്പൊ റിട്ടേൺ ചെയ്യുമ്പോൾ അതായിരിക്കും ഇവിടെ ഉണ്ടാവുക ഈ ഒരു സെലക്ഷൻ. അപ്പോൾ അത് ടാഗ്സ് ഒക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് ആ ഒരു സ്ട്രിങ്ങിനെ നമ്മൾ HTML സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിലേക്ക് കാർസ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അതെന്താണ് ചെയ്യുന്നത്? കൺവേർട്ട് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഇൻടു HTML എൻറ്റിറ്റീസ്. അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ HTML സപ്പോർട്ട് ചെയ്യുന്ന എൻറ്റിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് അതാണ് നമ്മൾ ഫസ്റ്റ് നെയിമിൽ വീണ്ടും സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് നെയിം എന്ന് പറയുന്ന വേരിയബിളിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം, ലാസ്റ്റ് നെയിമിന്. അങ്ങനെ എല്ലാ വേരിയബിൾസിനെയും നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ക്ലീൻ ചെയ്തെടുത്ത വേരിയബിൾസ് ബൈൻഡ് ചെയ്യണം. ഈ ഓരോ ക്വസ്റ്റ്യൻ മാർക്കിന്റെ അവിടെ ബൈൻഡ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ്, ഈ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്ത് വെച്ച സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും. ആ ഒബ്ജക്റ്റിൽ ബൈൻഡ് പരാംസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. അതായത് സ്റ്റേറ്റ്മെന്റ് ആരോ ബൈൻഡ് പരാംസ്, എന്നിട്ട് എത്ര ഫീൽഡുകൾ ഉണ്ടോ ആ അത്രയും ഫീൽഡുകൾ നമ്മൾ അവിടെ കൊടുക്കണം. ഓരോ ഫീൽഡിന് സ്ട്രിംഗ് ആയിട്ടുള്ള ഫീൽഡ് ആണെങ്കിൽ അതിന് എസ് എന്നും, ഇൻഡിജർ നമ്പർ ആയിട്ടുള്ള ഫീൽഡ് ആണെങ്കിൽ ഐ എന്നും കൊടുക്കും. ആദ്യത്തെ ഫസ്റ്റ് നെയിം ആണ്, അപ്പൊ അതിന് സ്ട്രിംഗ് ആണ് എസ്. രണ്ടാമത്തെ ലാസ്റ്റ് നെയിം എസ്, മൂന്നാമത്തത് ഇമെയിൽ എസ്, നാലാമത്തെ സാലറി നമ്പർ ആണ്, അപ്പൊ അതിന് നമ്മൾ ഐ എന്ന് കൊടുത്തു. അഞ്ചാമത്തെ ഡിപ്പാർട്ട്മെന്റ് സ്ട്രിംഗ് ആണ്, അതിന് എസ്. അപ്പൊ എത്രത്തോളം ഫീൽഡ് ഉണ്ടോ അതിന് എസ്ഒ ഐഒ കൊടുത്തു കോഡ്സിൽ. എന്നിട്ട് രണ്ടാമത് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കേണ്ടത്, ഇനി അടുത്തത് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കേണ്ടത് അത്രയും ഫീൽഡുകൾ കോമ സെപ്പറേറ്റഡ് ആയിട്ട് ഫീൽഡിന്റെ വാല്യൂസ്, അതായത് ഡോളർ ഫസ്റ്റ് നെയിം, ഡോളർ ലാസ്റ്റ് നെയിം, ഇമെയിൽ, സാലറി, ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെയെല്ലാം നമ്മൾ പാസ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ബൈൻഡ് ചെയ്തു. അപ്പൊ നമ്മൾ ബൈൻഡ് ചെയ്ത് ക്വറി പ്രിപ്പയർ ആയി റെഡി ആയിട്ടുണ്ടാവും. ഇനി ആ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ വേരിയബിൾ ഇനി എക്സിക്യൂട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് HTML എക്സിക്യൂട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ, അത് ഈഫ് കണ്ടീഷന്റെ ഉള്ളിൽ ഇടാം. അത് എക്സിക്യൂട്ട് ആയിട്ടില്ലെങ്കിൽ അത് ഫോൾസ് ആയിരിക്കും. അപ്പൊ നമ്മൾ കൊടുക്കുകയാണ് ഈഫ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട്. അത് എക്സിക്യൂട്ട് ആയിട്ടുണ്ടെങ്കിൽ റിട്ടേൺ ട്രൂ, അല്ലെങ്കിൽ എന്താണ് റിട്ടേൺ ഫോൾസ്. അപ്പോ ഈ ഒരു എംപ്ലോയിന് ആഡ് ആയിട്ടുണ്ടെങ്കിൽ സക്സസ് ആണെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളത് ട്രൂ റിട്ടേൺ ചെയ്യും, സക്സസ് അല്ല എന്നുണ്ടെങ്കിൽ ഫോൾസ് റിട്ടേൺ. ഇനി നമ്മൾ ഫോമിൽ വന്നിട്ട് ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് കോൾ ചെയ്യണം. അപ്പൊ ആദ്യം നമ്മൾ ഈ ഒരു ഫയൽ ആഡ് എംപ്ലോയി .php എന്ന് പറഞ്ഞ ഫയൽ നമുക്ക് ഡാറ്റാബേസ് കണക്ട് ചെയ്യണം. ഡാറ്റാബേസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റാബേസിന്റെ ഫയൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണം. ഡാറ്റാബേസ്.php ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ഡാറ്റാബേസ് കണക്ട് ചെയ്യാണ്. ഡാറ്റാബേസ് ന്യൂ HRMS ഡാറ്റാബേസ് അതിന്റെ നെയിം സ്പേസ് ഒക്കെ കൊടുത്തു. ആ ഡാറ്റാബേസിനെ ഇനീഷ്യലൈസ് ചെയ്തു, ഇൻസ്റ്റൻസ് ഉണ്ടാക്കി. ആ ഇൻസ്റ്റൻസിലുള്ള കണക്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വെച്ച് DB എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. അതാണ് കണക്ഷൻ വേരിയബിൾസ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് വേണ്ടത് നമ്മൾക്ക് എംപ്ലോയി എന്ന് പറയുന്ന നമ്മളെ മോഡലിലാണ് ആ ഫംഗ്ഷൻ ആഡ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ഉള്ളത്. അപ്പൊ ആ മോഡൽ ഫയൽ ഇൻക്ലൂഡ് ചെയ്യണം. നമ്മൾ ഡാറ്റാബേസ് ഇൻക്ലൂഡ് അവിടെ തന്നെ വന്നിട്ട് എംപ്ലോയി മോഡൽ ഫോൾഡറിലുള്ള എംപ്ലോയി മോഡൽ സ്മോൾ ആണ് ഒരു ഫയൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിന്റെ ഇൻസ്റ്റൻസ് ഉണ്ടാക്കണം. അതിന്റെ ഇൻസ്റ്റൻസ് ഉണ്ടാക്കുന്ന എങ്ങനെയാണ്? ഈ എംപ്ലോയിന്റെ ഇൻസ്റ്റൻസ് നമ്മൾ നേരത്തെ ഇൻഡെക്സിൽ ഉണ്ടാക്കിയതാണ്. അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് എങ്ങനെയാണ്? നമ്മൾ എംപ്ലോയിയിലേക്ക് ഒരു DB കണക്ഷൻ പാസ് ചെയ്തു, അങ്ങനെയാണ് ഒരു ഇൻസ്റ്റൻസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ഇവിടെയും ഇൻസ്റ്റൻസ് ഉണ്ടാക്കണം. അപ്പൊ ഇൻസ്റ്റൻസ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള എങ്ങനെ ചെക്ക് ചെയ്യാം? എംപ്ലോയിൽ വന്നിട്ട് അതിന്റെ കൺസ്ട്രക്ട് ഫംഗ്ഷൻ ഉണ്ടോ നോക്കാം. കൺസ്ട്രക്ട് ഫംഗ്ഷനിലേക്ക് എന്താണ് പാസ് ചെയ്യുന്നത് നോക്കാം. ഒരു DB എന്ന് പറയുന്ന വേരിയബിൾ, അതായത് ഡാറ്റാബേസിന്റെ കണക്ഷൻ ആണ്. അപ്പോൾ അത് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പാസ് ചെയ്യാം. അപ്പോൾ എംപ്ലോയി ഈക്വൽ ടു ന്യൂ HRMS മോഡൽ എംപ്ലോയി DB. അപ്പോൾ ഡാറ്റാബേസ് അതിലേക്ക് കണക്ട് ചെയ്തു. നമുക്ക് എംപ്ലോയി എന്ന് പറയുന്ന ആ ഒരു ഒബ്ജക്റ്റിൽ നമുക്ക് ആ ഒരു ക്ലാസ്സിലുള്ള, അതായത് ആ മോഡലിലുള്ള പ്രോപ്പർട്ടീസും മെത്തേഡ്സും ആക്സസ് ചെയ്യാൻ പറ്റും, പബ്ലിക് ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് എംപ്ലോയിൽ വന്നു കഴിഞ്ഞാൽ പബ്ലിക് ആയിട്ടുള്ളത് ഈ ആഡ് ഫംഗ്ഷൻ, അത് നമുക്ക് യൂസ് ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ പബ്ലിക് ആയിട്ടുള്ള ഈ വേരിയബിൾസ് ഉണ്ട്, അതായത് ആ ഫോമിന്റെ ഫീൽഡുകൾ ഉണ്ട്. പ്രൈവറ്റ് ടേബിൾ നമുക്ക് അവിടെ ആവശ്യമില്ല, അത് പ്രൈവറ്റ് ആണ്. അപ്പൊ ഇവിടെ വന്നിട്ട് ആ വേരിയബിൾസിലേക്ക് നമുക്ക് ഇവിടുന്ന് ഡാറ്റ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളെടുത്തുള്ള ഈ ഒരു ഡാറ്റ, അതായത് ഡാറ്റയിൽ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ബാക്കിയുള്ള കൂടെ ഞാൻ അവിടെ ആഡ് ചെയ്യാണ്. ഇമെയിൽ, സാലറി, ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നമ്മൾ ആ ഒരു ക്ലാസ്സിലുള്ള വേരിയബിളിലേക്ക്, അതായത് എംപ്ലോയി ഫസ്റ്റ് നെയിം ഈക്വൽ ടു എന്താണ്? നമ്മളെ ഡാറ്റയിലുള്ള നമ്മളെ ഫോം സബ്മിറ്റ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ആ ഒരു വാല്യൂ. ഫോം സബ്മിറ്റ് ചെയ്തപ്പോൾ ആണ് കിട്ടിയെന്ന് എങ്ങനെ മനസ്സിലായത്? പോസ്റ്റ് എന്ന് പറയുന്ന ഗ്ലോബൽ വേരിയബിൾ എന്നാണ് നമ്മൾ എടുത്തത്. ആ വാല്യൂ നമ്മൾ ഈ നമ്മുടെ എംപ്ലോയിലുള്ള ഫസ്റ്റ് നെയിമിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് കൊടുക്കണം. അതാണ് പിന്നീട് നമ്മൾ ഇൻസേർട്ടിൽ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എംപ്ലോയിലുള്ള ആ ഒരു ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിക്കാം. അതിലേക്കൊന്നും പാസ് ചെയ്യേണ്ടതില്ല, അവിടെ പാരാമീറ്റേഴ്സ് ഒന്നും എടുക്കുന്നില്ല. കാരണം നമ്മൾ ഒരു വേരിയബിൾ പുറത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ട് അവിടെ നിന്നാണ് ആക്സസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ജസ്റ്റ് ആ ഫംഗ്ഷൻ വിളിക്കുക, എന്നിട്ട് അതൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാം. റിസൾട്ട് ഈക്വൽ ടു എംപ്ലോയി ആഡ്, എംപ്ലോയിലുള്ള ആഡ് ഫംഗ്ഷൻ വിളിക്കുകയാണ്. അപ്പൊ ഇതിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യണം അത് ട്രൂ ആണ്
ആണെങ്കിൽ, അതായത് ആഡ് വർക്ക് ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ ഫോമിൽ നിന്ന് നമ്മൾ തിരിച്ച് ലിസ്റ്റിലേക്ക് പോകണം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഫോമിൽ നിൽക്കേണ്ട ആവശ്യമില്ല. തിരിച്ച് ലിസ്റ്റിലേക്ക് വന്നിട്ട് ആ ലിസ്റ്റിൽ നമുക്ക് പുതിയ എംപ്ലോയിനെ അവിടെ ആഡ് ചെയ്ത് കാണണം. അപ്പൊ അങ്ങനെ റീഫ്രഷ് ചെയ്യാൻ വേണ്ടി, പേജ് റീലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പേജിലേക്ക് നമ്മൾ റീഡയറക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന PHP യിൽ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ആണ് ഹെഡർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളവിടെ ഒരു if കണ്ടീഷൻ ഇട്ടു, അതിൽ കൊടുത്തിട്ടുണ്ട് ഹെഡർ ഓഫ് ലൊക്കേഷൻ. ഇങ്ങനെയാണ് ലൊക്കേഷൻ ക്യാപ്സിൽ കൊടുക്കുക, എന്നിട്ട് ഒരു കോളൻ ഇട്ടിട്ട് ഏത് ഫയലിലേക്കാണ് റീലോഡ് ചെയ്യേണ്ടതെന്ന് കൊടുക്കുക. index.php എന്ന് പറയുന്ന ഫയലിലേക്കാണ് റീലോഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു എക്സിറ്റ് കൂടെ കൊടുക്കുക. അത് കഴിഞ്ഞ് വേറെ ഒന്നും പ്രിന്റ് ചെയ്യാൻ പാടില്ല. ഹെഡർ നമ്മൾ റീഡയറക്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പ്രിന്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അവിടെ എക്സിറ്റ് എന്ന് കൊടുക്കുക. എൽസ് ഇനി അതല്ല തെറ്റാണെങ്കിൽ എന്താണ്, നമുക്ക് ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യാം. ഇപ്പോ എറർ ഇൻ സേവിംഗ് എംപ്ലോയി എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യും. ഇനി ഈ ഫോം നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഫോമിൽ ഒന്ന് പേജ് റീഫ്രഷ് ചെയ്തപ്പോൾ നേരത്തെ ആഡ് ചെയ്ത ഡാറ്റ ഉണ്ട്. ആഡ് എംപ്ലോയി കൊടുത്തു, അൻഷാദ്, എല്ലാ ഡീറ്റെയിൽസും കൊടുത്ത് തന്നെ സേവ് ചെയ്യാണ്. സേവ് ക്ലിക്ക് ചെയ്തപ്പോൾ സക്സസ്ഫുള്ളി റീഡയറക്ട് ചെയ്തു. പിന്നെ അതേപോലെ തന്നെ ഞാൻ ആഡ് ചെയ്ത എംപ്ലോയിനെ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കൊടുത്ത ഡാറ്റ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ, സാലറി, ഡിപ്പാർട്ട്മെന്റ്, ഞാൻ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും പ്രോപ്പറായി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ സേവ് വർക്കിംഗ് ആണ്, ബേസിക് സേവ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ നമുക്ക് വാലിഡേഷൻ കൂടെ ചെയ്യേണ്ടതുണ്ട്. അതായത് നമ്മളിപ്പോ ഫ്രണ്ട് എൻഡ് എന്ന് വാലിഡേറ്റ് ചെയ്തു, ബാക്ക് എൻഡ് എന്ന് കൂടെ വാലിഡേറ്റ് ചെയ്യണം. അതെന്തിനാണ് അങ്ങനെ ബാക്ക് എൻഡ് എന്ന് വാലിഡേറ്റ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ ഇവിടെ ആഡ് എംപ്ലോയിൽ വന്നിട്ട് ഞാൻ ഇവിടെ സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് നെയിം എനിക്ക് വാലിഡേഷൻ നമ്മൾ റിക്വയർഡ് കൊടുത്തുകൊണ്ട് ബ്രൗസറിന്റെ വാലിഡേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അവിടെ പോയിട്ട് ഇൻസ്പെക്ട് ചെയ്തിട്ട് അവിടെ ജാവാസ്ക്രിപ്റ്റിൽ പോയിട്ട് ആ റിക്വയർഡ് ഇവിടെ എടുത്തു മാറ്റി, HTML ഇൻസ്പെക്ട് ചെയ്തിട്ട് ആ ഒരു HTMLന്റെ റിക്വയർഡ് എടുത്തു മാറ്റി. ഇനി നമ്മൾ സേവ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എറർ വരില്ല. ഞാൻ ബാക്കിയുള്ളതൊന്ന് ഫില്ല് ചെയ്യാണ്. സേവ് കൊടുത്ത് ഇമെയിൽ കൂടെ ഫില്ല് ചെയ്യാം, സാലറി മാൻഡേറ്ററി എല്ലാം തോന്നുന്നു. അപ്പൊ നമ്മൾ സേവ് കൊടുത്തപ്പോൾ എന്ത് വന്നു, ആ ഒരു ഫസ്റ്റ് നെയിം റിക്വയർഡ് ആണ്, പക്ഷെ ഞാൻ അവിടെ ആ ബൈപ്പാസ് ചെയ്തു, വാലിഡേഷൻ ബൈപ്പാസ് ചെയ്തുകൊണ്ട് അവിടെ എനിക്ക് empty ആയി. അപ്പൊ അത് നമ്മുടെ സിസ്റ്റത്തിൽ ഒരുപാട് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യും. ഫസ്റ്റ് നെയിം ഇല്ലാത്ത ഒരാൾ എന്ന് പറയുമ്പോൾ അത് സിസ്റ്റത്തിൽ എവിടെയെങ്കിലൊക്കെ നമ്മൾ ഫസ്റ്റ് നെയിം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ കോഡ് ബ്രേക്ക് ആവുകയും ആപ്ലിക്കേഷൻ ഡൗൺ ആവുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് നമ്മൾ ബാക്ക് എൻഡ് എന്ന് കൂടെ വാലിഡേറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ എപ്പോഴും നമ്മൾ ഫ്രണ്ട് എൻഡ് എന്ന് വാലിഡേറ്റ് ചെയ്യണം, ബാക്ക് എൻഡ് എന്ന് വാലിഡേറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ചോദിക്കുക എന്തുകൊണ്ട് ബാക്ക് എൻഡ് മാത്രം വാലിഡേറ്റ് ചെയ്താൽ പോരെ? അപ്പൊ അതിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഈ ഒരു ഫോമിൽ വന്നു, നമ്മൾ ഒന്നും വാലിഡേഷൻ ഒന്നും കാണിച്ചില്ല, എല്ലാം റിക്വയർഡ് അല്ല എന്നുള്ള രീതിയിൽ നമ്മൾ ജസ്റ്റ് സേവ് പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ എല്ലാം എടുത്ത് ഡാറ്റാബേസിൽ പോയി അവിടുന്ന് വാലിഡേറ്റ് ചെയ്ത് ബാക്ക് എൻഡ് നിന്ന് വാലിഡേറ്റ് ചെയ്ത് തിരിച്ചു വന്നിട്ടാണ് നമ്മൾ പറയുന്നത് ഓക്കെ ഫസ്റ്റ് നെയിം വേണം എന്ന് പറഞ്ഞു. അപ്പൊ യൂസർ എന്ത് ചെയ്തു, അത്രയും സമയം വേസ്റ്റ് ചെയ്ത് യൂസർ, എന്നിട്ട് ഫസ്റ്റ് നെയിം എൻ്റർ ചെയ്ത് വീണ്ടും സേവ് ചെയ്തു. അപ്പോഴാണ് വീണ്ടും നമ്മൾ പറയുന്നത് ലാസ്റ്റ് നെയിം കൂടെ വേണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ യൂസറിന്റെ ഒരുപാട് ടൈം മെനക്കെടുത്താൻ പാടില്ല. അതായത് അതൊരു യൂസർ എക്സ്പീരിയൻസ് ഇഷ്യൂ ആണ്. ആദ്യം തന്നെ യൂസേഴ്സിന് നമ്മൾ കൺവേ ചെയ്യണം ഏതൊക്കെയാണ് മാൻഡേറ്ററി ആയിട്ടുള്ള ഫീൽഡ് എന്നുള്ളത്. അപ്പോൾ അത് ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ മെസ്സേജ് കാണിക്കാം, അതേപോലെ തന്നെ ഒരു സ്റ്റാർ, റെഡ് ഒരു സ്റ്റാർ കാണിക്കണം നമ്മൾ മാൻഡേറ്ററി ആയിട്ടുള്ള ഫീൽഡ്. അപ്പൊ അത് കാണുമ്പോൾ തന്നെ യൂസേഴ്സിന് മനസ്സിലാവും ഓക്കെ ഇത് മാൻഡേറ്ററി ഫീൽഡ് ആണ്, ഫില്ല് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കി ഓട്ടോമാറ്റിക്കലി അത് സേവ് ചെയ്യുന്നതിന് മുമ്പ് അവർ ഫില്ല് ചെയ്യുകയും ചെയ്യും. അപ്പൊ അത് ആദ്യം ചെയ്യണം. അപ്പൊ അങ്ങനെ സ്റ്റാർ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ലേബലിന് റിക്വയർഡ് ആയിട്ടുള്ള ലേബൽ, അതായത് ഫസ്റ്റ് നെയിം റിക്വയർഡ് ആണ്, ഇവിടെ നമുക്കൊരു സ്പാൻ ഇട്ടിട്ട് ആ സ്പാന് ക്ലാസ് റിക്വയർഡ് ആസ്റ്ററിക് എന്ന് പറഞ്ഞ ക്ലാസ് കൊടുത്തു, എന്നിട്ട് അതിലൊരു സ്റ്റാർ ഇട്ടു. എന്നിട്ട് സ്പാൻ കൊടുത്തു. സ്പാൻ ഇൻലൈൻ എലമെന്റ് ആണ്, അത് ആ ലേബലിന്റെ നേരെ തന്നെ നമുക്ക് ഡിവ് ആണ് കൊടുത്തെങ്കിൽ നെക്സ്റ്റ് ലൈനിലേക്ക് ആയിപ്പോ, അതുകൊണ്ടാണ് സ്പാൻ കൊടുത്തത്. ഇനി ആ ഒരു സ്പാന് നമുക്ക് എവിടേക്കാണോ റിക്വയർഡ് കൊടുത്തത് അതിനൊക്കെ കൊടുക്കാം. ലാസ്റ്റ് നെയിം റിക്വയർഡ് ആണ്, ഇമെയിൽ റിക്വയർഡ് ആണ്, സാലറി ഓപ്ഷണൽ ആണ്, ഡിപ്പാർട്ട്മെന്റും ഓപ്ഷണൽ ആണ്. ഇനി ഈ ഒരു ക്ലാസ് നമുക്ക് സ്റ്റൈൽ എഴുതാം. സ്റ്റൈലിൽ വന്നിട്ട് ക്ലാസ് ആയതുകൊണ്ട് ഡോട്ട് ഇട്ട് സെലക്ട് ചെയ്തു, കളർ റെഡ് എന്ന് കൊടുത്തു, റെഡ് കളർ ആയിരിക്കും. പേജ് റീഫ്രഷ് ചെയ്ത് നോക്കാം. നമുക്ക് വാലിഡേഷൻ മാൻഡേറ്ററി അപ്പൊ നമുക്ക് മാൻഡേറ്ററി ആയിട്ടുള്ള എല്ലാ ഫീൽഡിനും സ്റ്റാർ വന്നിട്ടുണ്ട്. അപ്പൊ യൂസർ ആദ്യം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സേവ് ക്ലിക്ക് ചെയ്ത് വാലിഡേഷൻ എറർ വരേണ്ട ആവശ്യം വരുന്നില്ല. അതിന്റെ മുമ്പ് തന്നെ യൂസേഴ്സിന് മനസ്സിലാവും ഏതൊക്കെ ഫീൽഡാണ് മാൻഡേറ്ററി എന്നുള്ളത്. ഇനി ബാക്ക് എൻഡിലെ വാലിഡേഷൻ കൂടെ ചെയ്യാം. ബാക്ക് എൻഡിൽ വാലിഡേഷൻ നമ്മളെ ബാക്ക് എൻഡ് പ്രോസസ്സിംഗ് ചെയ്യുന്നത് ഫോം പ്രോസസ് ചെയ്യുന്നത് ഇവിടെയാണ്. ആ പ്രോസസ് ചെയ്യുന്നതിനാണ് ബാക്ക് എൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വന്നിട്ട് നമ്മൾ ഡാറ്റ ഉണ്ട്, സേവ് ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എംപ്ലോയി എന്ന് പറയുന്ന മോഡൽ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ ക്രൂഡ് ഇന്റർഫേസിൽ വാലിഡേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബ്ലൂ പ്രിന്റ് മെത്തേഡ് ആഡ് ചെയ്തിരുന്നു. ക്രൂഡ് ഇന്റർഫേസിൽ വാലിഡേറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മെത്തേഡ് നമ്മൾ എംപ്ലോയി എന്ന് പറഞ്ഞ ക്ലാസ്സിലുണ്ട്, അത് empty ആണ്. അവിടെയാണ് നമുക്ക് ഇനി വാലിഡേഷൻ ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഡാറ്റ എന്ന് പറയുന്ന ഫീൽഡ് അറേ ആയിട്ട് നമ്മൾ ഫീൽഡ് പാസ് ചെയ്യും. ഇനി ഈ വാലിഡേഷൻ പലതരത്തിലുള്ള വാലിഡേഷൻസ് ഉണ്ട്. അതായത് റിക്വയർഡ് ആണോ എന്ന് വാലിഡേറ്റ് ചെയ്യാം, പിന്നെ ഇമെയിൽ വാലിഡേറ്റ് ചെയ്യണം. അതായത് നമ്മൾ ഇമെയിൽ എന്ന് പറഞ്ഞ ഫീൽഡ്
ഫീൽഡ് വെറുതെ റിക്വയർഡ് കൊടുത്താൽ മാത്രം പോരാ, അത് കറക്റ്റ് ആയിട്ടുള്ള ഇമെയിൽ ആണോ എൻ്റർ ചെയ്തെന്നൊക്കെ നോക്കണം. അപ്പൊ അങ്ങനെ വാലിഡേഷൻ നമുക്ക് പല രീതിയിലുള്ള വാലിഡേഷൻ ചെയ്ത് ഈ വാലിഡേഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ മാത്രം പോരാ, എംപ്ലോയിക്ക് മാത്രം പോരാ, പല സ്ഥലത്ത് നമുക്ക് യൂസ് ചെയ്യണം. അതായത് പല ക്ലാസ്സുകളിലും യൂസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ഓൾറെഡി PHP യിൽ വന്നു കഴിഞ്ഞാൽ ഈ PHP എന്ന് പറയുന്ന ക്ലാസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബേസ് മോഡൽ എന്ന് പറയുന്ന ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ക്രൂഡ് ഇന്റർഫേസ് എന്ന് പറയുന്ന ഇന്റർഫേസ് ഇംപ്ലിമെന്റും ചെയ്തിട്ടുണ്ട്. ഇനി മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് PHP യിൽ സപ്പോർട്ടഡ് അല്ല. അതായത് എക്സ്റ്റെൻസ് ബേസ് മോഡൽ പിന്നെ കോമ ഇട്ടിട്ട് എക്സ്റ്റെൻസ് വാലിഡേഷൻ മോഡൽ എന്ന് പറഞ്ഞ് അങ്ങനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. സിംഗിൾ ഇൻഹെറിറ്റൻസ് മാത്രമേ PHP യിൽ സപ്പോർട്ടഡ് ആയിട്ടുള്ളൂ. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് പല രീതിയിൽ ഉപയോഗിക്കുന്നത്. അതായത് ബ്ലൂ പ്രിന്റ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്റർഫേസ് ആക്കാം. ഇനി അതല്ല, രണ്ടാമത്തെ ഓപ്ഷൻ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആ രീതിയിലേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് നമ്മൾ മുമ്പ് PHP യിൽ ഡിസ്കസ് ചെയ്തതാണ്. അത് നിങ്ങൾക്ക് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടിട്ട് വരണം. ട്രേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് PHP യിൽ. അപ്പൊ ട്രേറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് PHP യിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ട്രേറ്റിൽ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഫീൽഡ് വാലിഡേറ്റ് ചെയ്യാനും അതേപോലെ ഇമെയിൽ വാലിഡേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ എന്റെ പ്രോജക്റ്റിൽ വന്നിട്ട് ഒരു ഫോൾഡർ കൂടെ ക്രിയേറ്റ് ചെയ്യാണ്. ട്രേറ്റ് എന്ന് പറയുന്ന ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു വാലിഡേഷൻ ട്രേറ്റ് ഫയൽ ഉണ്ടാകും. ന്യൂ ഫയൽ വാലിഡേഷൻ ട്രേറ്റ്.php. എന്നിട്ട് അതിൽ നമ്മൾ നെയിം സ്പേസ് കൊടുത്ത് HRMS ട്രേറ്റ് നെയിം സ്പേസ് കൊടുത്ത് എന്നിട്ട് ട്രേറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ട്രേറ്റ് എന്ന് പറയുന്ന കീവേഡ് കൊടുത്തിട്ടാണ്. എന്നിട്ട് ആ ഫയലിന്റെ അതേ നെയിം വാലിഡേഷൻ ട്രേറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു. കർലി ബ്രേസറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. എന്നിട്ട് അതിൽ നമുക്ക് രണ്ട് വാലിഡേഷൻ ആണ് ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു പബ്ലിക് ഫംഗ്ഷൻ, അതായത് അതൊരു സിമ്പിൾ ക്ലാസ് പോലെ തന്നെയാണ്, മറ്റൊരു പ്രത്യേകതയില്ല. ജസ്റ്റ് കീവേഡ് ക്ലാസ്സിന് പകരം ട്രേറ്റ് എന്നായിരിക്കും, അത്രേ ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ ഒരു പബ്ലിക് ഫംഗ്ഷൻ ഉണ്ടാക്കണം. വാലിഡേറ്റ് റിക്വയർഡ് ഫീൽഡ് വാലിഡേറ്റ്. അപ്പൊ അതിലേക്ക് ഒരു ഫീൽഡ് നമ്മൾ പാസ് ചെയ്യും, വാല്യൂം പാസ് ചെയ്യും, പിന്നെ നമ്മൾ ഒരു വേരിയബിൾ കൂടെ പാസ് ചെയ്യുന്ന റെഫറൻസ് വേരിയബിൾ പാസ് ചെയ്യുമ്പോൾ PHP യിൽ ഇങ്ങനെ ആ വേരിയബിളിന്റെ കൂടെ ഒരു ആൻഡ് സിമ്പിൾ ഇടുന്നത്. അപ്പോൾ ഈ ഒരു വേരിയബിളിലേക്ക് എന്ത് ചെയ്യും, ഇതിന്റെ റിസൾട്ട് നമുക്ക് ഈ വേരിയബിളിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അത് ജസ്റ്റ് റിട്ടേൺ ചെയ്യുന്നതിന് പകരം ഈ വേരിയബിൾ എവിടെയാണോ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് നമ്മൾ ഈ ഒരു ഡാറ്റ നമുക്ക് സെറ്റ് ചെയ്യാം. അതാണ് ഇങ്ങനെ റെഫറൻസ് വേരിയബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഇമ്പോർട്ടന്റ് ഫംഗ്ഷനാലിറ്റി ആണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാണ് ഈ empty ഓഫ് വാല്യൂ, അതായത് ഈ ഒരു വാല്യൂ empty ആണെങ്കിൽ എന്നിട്ട് എറേഴ്സ് എന്ന് പറയുന്ന ഒരു അറേ ആയിരിക്കും നമ്മൾ പാസ് ചെയ്യുന്നത്. അറേയിലെ ഫീൽഡിന്റെ പേര് നമ്മൾ ഫസ്റ്റ് അണ്ടർസ്കോർ നെയിം ലാസ്റ്റ് അണ്ടർസ്കോർ നെയിം കൊടുക്കും. എറേഴ്സ് ഓഫ് ഫസ്റ്റ് അണ്ടർസ്കോർ നെയിം ഈക്വൽ ടു, അതിൽ നമ്മൾ ഒരു PHP ന്റെ ഒരു ഇൻബിൽറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യാണ്. യൂസി വേർഡ്സ് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ str റീപ്ലേസ് അങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നമുക്ക് റീഡ് ചെയ്ത് നോക്കാം. str അണ്ടർസ്കോർ റീപ്ലേസ്, അതിൽ അണ്ടർസ്കോർ, അതായത് str അണ്ടർസ്കോർ റീപ്ലേസ് എന്ന് പറയുന്ന PHP ഫംഗ്ഷന്റെ ഉള്ളിലേക്ക് നമ്മൾ പറയാണ് എന്തിനാണ് റീപ്ലേസ് ചെയ്യേണ്ടത്, അണ്ടർസ്കോറിന് റീപ്ലേസ് ചെയ്യാണ്, സ്പേസ് ആക്കണം. എന്നിട്ട് ഏത് സ്ട്രിംഗ് എന്ന്, ഫീൽഡ് എന്ന് പറയുന്ന സ്ട്രിംഗ്, അതൊരു സ്ട്രിംഗിന്റെ എന്തെങ്കിലും കണ്ടുപിടിച്ച് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ആണ് str അണ്ടർസ്കോർ റീപ്ലേസ്. അപ്പൊ അതിലേക്ക് നമ്മൾ കൊടുക്കുന്നത് അണ്ടർസ്കോർ കണ്ടുപിടിച്ചിട്ട് സ്പേസ് ആക്കും. എന്തിന്, ഫീൽഡ് എന്ന് പറയുന്ന സ്ട്രിംഗ്, ഫീൽഡിന്റെ പേര് അതെന്താണ്, ഫസ്റ്റ് അണ്ടർസ്കോർ നെയിം. അപ്പോൾ എന്നിട്ട് അതിന് ആ ഒരു റിസൾട്ട്, അതിന് കിട്ടിയ റിസൾട്ട് ഇതായിരിക്കും, ഞാൻ സെലക്ട് ചെയ്ത ഭാഗമായിരിക്കും. അത് ഞാൻ യൂസി വേർഡ്സ് എന്ന് പറയുന്ന PHP ന്റെ ഫംഗ്ഷനിൽ കൊടുക്കുക. അത് അപ്പർ കേസ് ദ ഫസ്റ്റ് ക്യാരക്ടർ ഓഫ് ഈച്ച് വേർഡ് ഇൻ എ സ്ട്രിംഗ് ആണ് യൂസി വേർഡ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ചെയ്യുന്നത്. str റീപ്ലേസ് ഓൾ ഒക്കറൻസസ് ഓഫ് ദ സെർച്ച് സ്ട്രിംഗ് വിത്ത് റീപ്ലേസ്മെന്റ്. അണ്ടർസ്കോർ എവിടെയൊക്കെ ഉണ്ട് അതൊക്കെ റീപ്ലേസ് ചെയ്തിട്ട് സ്പേസ് ആക്കും ആ ഒരു പാസ് ചെയ്ത സ്ട്രിംഗിൽ. അപ്പൊ പാസ് ചെയ്ത സ്ട്രിംഗ് ആദ്യം എന്തായിരിക്കും, ഫസ്റ്റ് അണ്ടർസ്കോർ നെയിം ആയിരിക്കും. അപ്പൊ അതിനെ റീപ്ലേസ് ചെയ്തിട്ട് ഫസ്റ്റ് സ്പേസ് നെയിം, എന്നിട്ട് അതിനെ യൂസി വേർഡ്സ് ആക്കുമ്പോൾ എന്ത് ചെയ്യും, ഫസ്റ്റ് നെയിം എന്നുള്ള F ക്യാപ്സും N ക്യാപ്സും ആവും. എന്നിട്ട് ഡോട്ട് അപ്പൻഡ് ചെയ്യാണ് ഈസ് റിക്വയർഡ്. അപ്പൊ നമുക്ക് ആ ഒരു മെസ്സേജ് എന്താണ് കിട്ടുക, ഫസ്റ്റ് നെയിം ഈസ് റിക്വയർഡ്. യൂസറിന് വായിക്കാൻ പറ്റുന്ന രീതിയിൽ ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞ ലേബൽ നമ്മൾ ക്യാപിറ്റലിലല്ലേ കൊടുത്തത്, അതേപോലെ തന്നെ കിട്ടും. ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞ സ്ട്രിംഗ് എന്ത് മാറ്റും, ഫസ്റ്റ് സ്പേസ് നെയിം ആക്കും, ക്യാപിറ്റലൊക്കെ ആക്കിയിട്ട്. അപ്പോൾ യൂസറിന് മനസ്സിലാവുന്ന രീതിയിൽ നമ്മളൊരു മെസ്സേജ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അതാണ് ഈ ഒരു അറേയിൽ എറേഴ്സ് എന്ന് പറയുന്ന അറേയിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. എറേഴ്സ് എന്ന് പറഞ്ഞ അറേ നമ്മൾ ഒരു റെഫറൻസ് ആയിട്ട് പാസ് ചെയ്ത് കൊടുക്കും. ഇനി അടുത്ത ഫംഗ്ഷൻ എന്തായിരുന്നു, വാലിഡേറ്റ് ഇമെയിൽ. ഇതും ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത്, പക്ഷെ അതിന്റെ ബോഡിയിൽ നമ്മൾ ഫിൽറ്റർ വാർ എന്ന് പറഞ്ഞിട്ടുള്ള PHP ന്റെ ഫംഗ്ഷൻ ഉപയോഗിക്കണം. ഫിൽറ്റർ അണ്ടർസ്കോർ VAR, ഫിൽറ്റേഴ്സ് എ വേരിയബിൾ വിത്ത് സ്പെസിഫൈഡ് ഫിൽറ്റർ. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു ഫിൽറ്റർ പാസ് ചെയ്ത് കൊടുക്കണം, വാല്യൂം പാസ് ചെയ്ത് കൊടുക്കുക, ഒരു ഫിൽറ്ററും. അപ്പോൾ PHP ന്റെ ഒരു ഗ്ലോബൽ വേരിയബിൾ ആണ്. വീണ്ടും നമ്മളൊരു കോൺസ്റ്റന്റ്, ഗ്ലോബൽ വേരിയബിൾ അല്ല, ഒരു കോൺസ്റ്റന്റ് ആണ്. PHP യിലുള്ള ഒരു കോൺസ്റ്റന്റ് ആണ് ഫിൽറ്റർ അണ്ടർസ്കോർ വാലിഡേറ്റ് ഇമെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കോൺസ്റ്റന്റ് കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാസ് ചെയ്യുന്ന വാല്യൂ ഇമെയിൽ ആണോ ചെക്ക് ചെയ്യും. ഇമെയിൽ അല്ല, @, മറ്റു കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതിൽ ഇൻവാലിഡ് ഇമെയിൽ ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് നമ്മൾ ആ ഒരു ഫീൽഡ്, അതായത് ഫീൽഡ് എന്ന് പറയുന്നത് ഇമെയിൽ ആയിരിക്കും, ഇവിടെ ഇമെയിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യും. അപ്പൊ ഈ രണ്ട് ഫംഗ്ഷൻ ആണ് നമ്മൾ ട്രേറ്റിലുള്ളത്. ഇനി ആ ട്രേറ്റ് നമ്മൾ എംപ്ലോയി ക്ലാസ്സിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എംപ്ലോയി ക്ലാസ്സിൽ ആ ട്രേറ്റ് ആദ്യം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. വൺസ് കൊടുത്തു, ആ ട്രേറ്റ് ഇൻക്ലൂഡ് ചെയ്തു. എന്നിട്ട് അത് യൂസ് ചെയ്യാൻ
വേണ്ടിയിട്ട് നമ്മൾ ഇന്റർഫേസ് ഒക്കെ യൂസ് ചെയ്യും പോലെ തന്നെ നമ്മൾ യൂസ് എന്ന് പറയുന്ന കീവേഡ് കൊടുത്തിട്ട് നമുക്ക് അത് യൂസ് ചെയ്യാം. ഇന്റർഫേസ് യൂസ് ചെയ്യുന്ന സ്ഥലം അതിന്റെ കൂടെ തന്നെ യൂസ് HRMS ട്രേറ്റ് വാലിഡേഷൻ ട്രേറ്റ്. ഈ ഒരു വാലിഡേഷൻ ട്രേറ്റ് ഞാനിപ്പോ എവിടെയും ഉപയോഗിക്കുന്നില്ല, ജസ്റ്റ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തു യൂസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളൂ, പക്ഷെ അത് ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അതിന് കളർ ഒരു മങ്ങിയ കളർ കാണുന്നത്. എന്റെ തീമിന്റെ പ്രത്യേകതയാണത്. ഇനി അത് നമുക്ക് യൂസ് ചെയ്യണം. യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ട്രേറ്റ് നമ്മൾ യൂസ് ചെയ്യാന്നുള്ളത് PHPന്റെ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ്. അതായത് ആ ഒരു ട്രേറ്റിന്റെ നെയിം നമ്മൾ ക്ലാസിന്റെ ഉള്ളിൽ യൂസ് എന്ന് കൊടുക്കാം. അതായത് ഇവിടെ വന്നു ക്ലാസിന്റെ ഉള്ളിൽ യൂസ് വാലിഡേഷൻ ട്രേറ്റ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വാലിഡേഷൻ ട്രേറ്റിലുള്ള ഫങ്ഷൻസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ക്ലാസ്സിൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ വാലിഡേറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. അവിടെയാണ് $ഡാറ്റ ഉള്ളത്. അപ്പൊ അവിടെ നമുക്ക് ആ ഒരു ട്രേറ്റിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് എറേഴ്സ് എന്ന് പറയുന്ന ഒരു അറേ ആദ്യം ക്രിയേറ്റ് ചെയ്യാം. അറേ ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് നമ്മൾ ഓരോന്ന് വാലിഡേറ്റ് ചെയ്യണം. ദിസ് വാലിഡേറ്റ് റിക്വയർഡ്. അപ്പോൾ ദിസ് എന്ന് പറഞ്ഞ ഈ ഒരു ഒബ്ജക്റ്റിൽ നമുക്ക് വാലിഡേറ്റ് റിക്വയർഡ് എന്ന് പറഞ്ഞ ട്രേറ്റ് ഉള്ള ഫംഗ്ഷൻ ആക്സസിബിൾ ആയിരിക്കും. അപ്പൊ അതിലേക്ക് ഫസ്റ്റ് നെയിം ഫീൽഡ് കൊടുത്തു, പിന്നെ രണ്ടാമത് അതിന്റെ വാല്യൂ ഡാറ്റ ഓഫ് ഫസ്റ്റ് നെയിം. ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ വാല്യൂ അവിടെ നിന്ന് നമ്മൾ ഫോമിൽ നിന്ന് ഇങ്ങോട്ട് പാസ് ചെയ്യും. അപ്പോൾ അതിന്റെ വാല്യൂയും പാസ് ചെയ്തു, എന്നിട്ട് എറേഴ്സ് എന്ന് പറഞ്ഞാൽ റെഫറൻസ് വേരിയബിളും കൂടെ കൊടുക്കുകയാണ്. അപ്പൊ അതിലേക്കായിരിക്കും ഈ അറേ റിട്ടേൺ ചെയ്ത് അതിലേക്ക് സ്റ്റോർ ചെയ്യും. ഈ മറ്റുള്ള ഫീൽഡുകളോട് ഇതേ കൂടെ കൊടുക്കുകയാണ്. എന്നിട്ട് ആ അറേ നമ്മൾ പുറത്തേക്ക് റിട്ടേൺ ചെയ്യാം. ഈ അറേ, അപ്പൊ ഈ അറേയിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ ഈ അറേയിൽ ഉണ്ടാവും, എറേഴ്സ് ഇല്ലെങ്കിൽ ഈ അറേ എംപ്റ്റി ആയിരിക്കും. അപ്പൊ റിട്ടേൺ എറേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കും. ഡിപ്പാർട്ട്മെന്റ്, സാലറി, ഇമെയിൽ എല്ലാം നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ഇമെയിലിന് 2 വാലിഡേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഇമെയിൽ റിക്വയർഡ് ആണോ എന്ന് കൂടെ നോക്കും, രണ്ടാമത് അതിന്റെ വാലിഡേഷൻ ഇമെയിൽ ആണോ എന്ന് കൂടെ വാലിഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ 2 വാലിഡേഷൻ നമ്മൾ ഇമെയിലിന് 2 പ്രാവശ്യം വാലിഡേറ്റ്. സാലറി ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഓപ്ഷണൽ ആണ്, അതുകൊണ്ട് നമ്മൾ വാലിഡേറ്റ് ചെയ്യുന്നില്ല. ഇനി നമ്മൾ ആഡ് എംപ്ലോയി എന്ന് പറയുന്ന ഈ ഒരു ഫോം പ്രോസസ് ചെയ്യുന്നിടത്ത് നമ്മൾ എറേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എംപ്റ്റി അറേ ക്രിയേറ്റ്, എന്നിട്ട് ആ അറേന്റെ നേരെ നമ്മൾ വാലിഡേറ്റും കൂടെ ചെയ്യാം. ആദ്യം നമ്മൾ എംപ്ലോയിലേക്ക് ആ ഒരു ഡാറ്റ ഒക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ആഡ് ചെയ്യുന്നതിന്റെ മുമ്പായിട്ട് നമുക്ക് വാലിഡേറ്റ് ചെയ്യണം. എംപ്ലോയി വാലിഡേറ്റ് ഡാറ്റ. ആ ഡാറ്റ എന്ന് പറയുന്ന അറേയിൽ നമുക്ക് ഇതിന്റെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഡാറ്റയാണ് നമ്മൾ പാസ് ചെയ്യുന്ന അറേ ഓഫ് ഡാറ്റ ആ എംപ്ലോയിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പോൾ എറർ ഉണ്ടെങ്കിൽ ഈ അറേ എംപ്റ്റി ആയിരിക്കില്ല, അല്ലെങ്കിൽ എംപ്റ്റി ആയിരിക്കും. അപ്പൊ നമുക്ക് അറേ എംപ്റ്റി ആണോ അല്ലേന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? കൗണ്ട് എന്ന് പറയുന്ന PHP ഫംഗ്ഷനിലേക്ക് അറേ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കൗണ്ട് എത്രയാന്ന് കിട്ടും, അതിൽ എത്ര ഐറ്റംസ് ഉണ്ട് കിട്ടും. അപ്പോൾ =0, അതായത് 0 ആണ്. എറേഴ്സ് ഒന്നുമില്ല. എറർ എന്ന് പറഞ്ഞാൽ വേരിയബിൾ എറേഴ്സിൽ എറേഴ്സ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഈഫ് കണ്ടീഷന്റെ ഉള്ളിൽ കയറും. അപ്പോൾ ഇതിന്റെ ഉള്ളിലായിരിക്കണം നമ്മൾ ഈ ആഡ് ചെയ്യുന്ന ഭാഗം അതിന്റെ ഉള്ളിലേക്ക് മാറ്റി റിസൾട്ട്. ഈ ഒരു എൽസിൽ നമ്മൾ ഫോമിന്റെ വാലിഡേഷൻ എറർ ഒന്നുമില്ല, പക്ഷെ സേവ് ചെയ്യുന്ന സമയത്ത് വേറെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലാണ് ഈ എറർ കാണിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി വാലിഡേഷൻ എറർ കാണും. ഓക്കെ, അപ്പോൾ നമുക്ക് എറർ ഉണ്ടെങ്കിൽ ഈ ഒരു എറേഴ്സ് എന്ന് പറഞ്ഞാൽ അറേയിൽ ആ ഒരു എറർ വരും. അതെങ്ങനെയാണ് നമ്മൾ യൂസേഴ്സിനെ കാണിക്കാൻ വേണ്ടി ബൂട്ട്സ്ട്രാപ്പിൽ നമുക്ക് അലേർട്ട് എന്ന് പറയുന്ന കമ്പോണന്റ് ഉണ്ട് ബൂട്ട്സ്ട്രാപ്പിൽ. അതായത് കളറിൽ നമുക്കൊരു ബാനർ പോലെ കാണിക്കാനുള്ള, അതിനാണ് അലേർട്ട് എന്ന് പറയുന്ന ക്ലാസ് ഉപയോഗിക്കുന്ന ബൂട്ട്സ്ട്രാപ്പിൽ. അത് ഉപയോഗിച്ച് നമുക്ക് പ്രിന്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ അറേയിൽ ലൂപ്പ് ചെയ്തിട്ട് അത് ഓരോ വാലിഡേഷൻ എറർ ആയിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫോമിന്റെ തൊട്ട് മേലെയായിട്ട് നമുക്ക് ഫോം ഇവിടെയാണുള്ളത്. ആ ഫോമിന്റെ തൊട്ട് മേലെയായിട്ട് നമുക്ക് PHPന്റെ for each ഉപയോഗിച്ച് അറേയിൽ ലൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് for each ഉപയോഗിക്കുന്നത്. PHP for each errors as error, അതായത് എറേഴ്സ് എന്ന് പറഞ്ഞ വേരിയബിളിൽ ലൂപ്പ് ചെയ്യുമ്പോൾ എറർ എന്ന് പറഞ്ഞ ഓരോ ഐറ്റവും എറർ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് കിട്ടും. എന്നിട്ട് PHPന്റെ ഷോർട്ട് ഹാൻഡ് സിന്റാക്സ് ആണ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ PHPന്റെ കംപ്ലീറ്റ് കൊടുക്കുക. അത് PHP ഇവിടെ മാത്രം നമുക്ക് കൊടുത്ത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി, എന്നിട്ട് പിന്നെ HTML കൊടുക്കാൻ വേണ്ടി കോളൻ, ഈ ഷോർട്ട് ഹാൻഡ് സിന്റാക്സ് പഠിച്ചേക്കണം. അപ്പോൾ for each നമ്മളിവിടെ സാധാരണ കൊടുക്കുമ്പോൾ നമ്മൾ കേളി ബ്രേസ് ഇട്ട് അതിന്റെ ഉള്ളിലാണ് കൊടുക്കുന്നത്. അപ്പൊ അതിന് പകരം നമുക്ക് ഇവിടെ ഷോർട്ട് ഹാൻഡ് ഉപയോഗിച്ച് ഇവിടെ കോളൻ ഇടാം. എന്നിട്ട് അപ്പൊ അതിന്റെ ഉള്ളിലുള്ള ഭാഗം എന്നാണ് ഇതിന്റെ അർത്ഥം. അതിന്റെ ഉള്ളിൽ ഡിവ് അലേർട്ട് ഡേഞ്ചർ എന്ന് പറയുമ്പോൾ ഒരു റെഡ് കളറിലുള്ള അലേർട്ട് ആണ് കാണിക്കുന്നത്. അലേർട്ട് മീൻസ് ആ ഒരു ബ്ലോക്ക് കാണിക്കും. എന്നിട്ട് PHP എക്കോ എറർ, ഈ ഒരു എറർ ആണ് പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് നെയിം ഈസ് റിക്വയർഡ് എന്നാണ്. ഡിവ് ക്ലോസ് ചെയ്തു. എന്നിട്ട് for each എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് for each, സാധാരണ കേളി ബ്രേസ് ആണ്, കേളി ബ്രേസ് ക്ലോസ് ചെയ്യാണ് ചെയ്യാം. പക്ഷെ ഇവിടെ ഈ ഷോർട്ട് ഹാൻഡ് സിന്റാക്സ് ആകുമ്പോൾ അവിടെ for each എന്നുള്ളത് സെമികോളൻ ഉണ്ട്. അതാണ് PHPന്റെ for eachന്റെ ഷോർട്ട് ഹാൻഡ് സിന്റാക്സ്. അപ്പൊ അങ്ങനെ അവിടെ കാണിക്കും. വർക്ക് ആവുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. പേജ് ഒന്ന് റീഫ്രഷ് ചെയ്തിട്ട് ഫസ്റ്റ് നെയിമിന്റെ ഫ്രണ്ട് എൻഡ് വാലിഡേഷൻ ഞാൻ ബൈപ്പാസ് ചെയ്യണേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്ക് എൻഡിന്റെ വാലിഡേഷൻ കിട്ടുള്ളൂ. ബൈപ്പാസ് ചെയ്തു, ലാസ്റ്റ് നെയിം എൻ്റർ ചെയ്തു, ഇമെയിൽ എൻ്റർ ചെയ്തു, സേവ് കൊടുത്തപ്പോൾ ആ ഫോം സബ്മിറ്റ് ആയിട്ട് വാലിഡേഷൻ എറർ വന്നു. ഫസ്റ്റ് നെയിം ഈസ് റിക്വയർഡ്. ഇതാണ് ആ ഒരു അലേർട്ട് ഡേഞ്ചർ എന്ന് പറയുന്ന അലേർട്ട് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ആ ഫസ്റ്റ് നെയിം എന്താണ് നമുക്ക് മെസ്സേജ് അറേയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് ആ മെസ്സേജ് ഇവിടെ പ്രിന്റ് ചെയ്തു. ഒന്നിലധികം ഫീൽഡ് വാലിഡേഷൻ എറർ ഉണ്ടെങ്കിൽ അത് ഒന്നിലധികം ഫീൽഡ് ഇവിടെ കാണിക്കും. ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഇൻസ്പെക്ട് ചെയ്തു, റിക്വയർഡ്
റിമൂവ് ചെയ്തു. ലാസ്റ്റ് നെയിമിന് കൂടെ റിമൂവ് ചെയ്യാം. ഇമെയിൽ മാത്രം എൻ്റർ ചെയ്തു, സേവ് കൊടുത്തു. സേവ് കൊടുക്കുമ്പോൾ നമുക്ക് 2 എറർ മെസ്സേജുകൾ വന്നു. ഫസ്റ്റ് നെയിം ഈസ് റിക്വയർഡ്, ലാസ്റ്റ് നെയിം ഈസ് റിക്വയർഡ്. അപ്പൊ ആ 2 മെസ്സേജുകളും അവിടെ വന്നിട്ടുണ്ട്. ഇനി ഇങ്ങനെയല്ല, ഒരു അലേർട്ടിന്റെ ഉള്ളിൽ തന്നെ 2 മെസ്സേജ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡിവ് പുറത്തേക്ക് മാറ്റാം. അതായത് ഫോർ ഈച്ച് ലൂപ്പ് ചെയ്യുന്നതിന്, ഓരോ പ്രാവശ്യം ലൂപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഒരു കാണിക്കാം. അതായത് ഡിവ് അലേർട്ട് ഡേഞ്ചർ, എന്റെ ഡിവ് നമുക്ക് ഇവിടെ പുറത്ത് ക്ലോസ് ചെയ്യാം. ഇങ്ങനെയാകുമ്പോൾ മറ്റൊരു ഇഷ്യൂ വരുന്നത്, പുറത്തിട്ടത് കൊണ്ട് ആ ഒരു അലേർട്ട് ലൂപ്പിന്റെ ഉള്ളിലല്ല, എപ്പോഴും അലേർട്ട് ഉണ്ടാവും. നമുക്ക് ചെക്ക് ചെയ്യാം, എം ടി അലേർട്ട് എങ്കിലും അവിടെ ഉണ്ടാവും. നമ്മൾ പേജ് റിഫ്രഷ് ചെയ്തതിന് ഒരു എം ടി അലേർട്ട് അവിടെ കാണും. അപ്പൊ അതിനെ കൂടെ ഉള്ള ചെക്ക് കൂടെ കൊടുക്കണം. അതായത് ഈ ഒരു എറേഴ്സിന്റെ കൗണ്ട്, അതായത് എറേഴ്സ് ഉണ്ടെങ്കിൽ മാത്രം ഈ അലേർട്ട് കാണിച്ചാൽ മതി. ഇപ്പൊ ഒരു ഈഫ് കണ്ടീഷന് കൂടെ ഇടാം. നമുക്ക് PHP ഈഫ് കണ്ടീഷന്റെ ഷോർട്ട് ഹാൻഡ് നോക്കാം. ഈഫ് എറേഴ്സ് ഷോർട്ട് ഹാൻഡ് സിന്റാക്സ് കൊടുക്കാണ്. എന്നിട്ട് ഈ ഒരു ഡിവ് ആണ് ഈഫ് കണ്ടീഷന്റെ ഉള്ളിൽ ഇടേണ്ടത്. അപ്പോൾ ആ ഒരു ഡിവിനെ നമ്മൾ ഈഫിന്റെ ഷോർട്ട് ഹാൻഡ് സിന്റാക്സ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻഡീഫും കൊടുക്കും. അപ്പോൾ PHPന്റെ ഷോർട്ട് ഹാൻഡ് സിന്റാക്സ്, ഫോർ ഈച്ചിനുള്ള ഷോർട്ട് ഹാൻഡ് സിന്റാക്സും ഈഫിനുള്ള ഷോർട്ട് ഹാൻഡ് സിന്റാക്സും പഠിച്ചു. ഇനി പേജ് ഞാൻ റീഫ്രഷ് ചെയ്തു. അപ്പോൾ എനിക്ക് വാലിഡേഷൻ എറേഴ്സ് ഒന്നുമില്ല. ഞാൻ ഒന്നുകൂടെ ഇൻസ്പെക്ട് ചെയ്തിട്ട് ചെയ്യാണ്. ഇമെയിൽ മാത്രം കൊടുത്തു, സേവ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് നെയിം ഈസ് റിക്വയർഡ്, ലാസ്റ്റ് നെയിം ഈസ് റിക്വയർഡ്, രണ്ടും ഒരേ സ്ട്രിംഗ് ആയിട്ടാണ് കാണിക്കുന്നത്. അടുത്ത ലൈനിലേക്ക് വരണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ലൂപ്പിലുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാരഗ്രാഫിന്റെ ഉള്ളിലാക്കി. അപ്പൊ നമുക്ക് ഓരോന്നും ഓരോ പാരഗ്രാഫിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആ ഒരു വാലിഡേഷൻ മെസ്സേജ് കാണാൻ പറ്റുന്നത്. കൂടുതൽ ഡിസൈൻസ് നിങ്ങൾക്ക് ചെയ്യാം. പാരഗ്രാഫിന് പകരം സ്പാൻ ആക്കിയിട്ട് അതിന്റെ ഹൈറ്റ് ഒക്കെ മാനേജ് ചെയ്യാം, സ്പേസിംഗ് ഒക്കെ മാനേജ് ചെയ്യാം. അതൊന്നും ഞാനിപ്പോ ചെയ്യുന്നില്ല. നമുക്ക് PHP MySQL ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്യാം. ഇനി ഇവിടെ മറ്റൊരു കാര്യം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റുന്നത്, നിങ്ങൾ ഓരോ പ്രാവശ്യം എറർ വരുമ്പോൾ നേരത്തെ നിങ്ങൾ എൻ്റർ ചെയ്ത ഡാറ്റ ഇവിടുന്ന് ക്ലിയർ ആയി പോകുന്നുണ്ട്. ഞാൻ ഇമെയിൽ എൻ്റർ ചെയ്തിരുന്നു, പക്ഷെ ഇമെയിൽ ഇപ്പൊ എംപ്റ്റി ആയി, വീണ്ടും ഞാൻ എൻ്റർ ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് നേരത്തെ ഡാറ്റ ഫില്ല് ചെയ്ത് നിർത്തണം. നേരത്തെ പാസ് ചെയ്ത ഡാറ്റ, ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം നമ്മൾ കൊടുത്തിട്ടില്ല, പക്ഷെ ഇമെയിൽ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫില്ല് ചെയ്ത ഡാറ്റ അവിടെ ഫില്ല് ചെയ്ത് നിർത്തണം. അതിനുള്ള ലോജിക് കൂടെ നമ്മൾ എഴുതേണ്ടതുണ്ട്. നമ്മുടെ ഒരു ഫോമിന്റെ ഒരു എലമെന്റിന്റെ വാല്യൂ ഡിസൈഡ് ചെയ്യുന്നത് വാല്യൂ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ആണ്. അപ്പൊ നമ്മൾ കോഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വാല്യൂ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ആ വാല്യൂ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിൽ ആ വാല്യൂ സെറ്റ് ആവും. പക്ഷെ ബൈ ഡീഫോൾട്ട് നേരത്തെ നമ്മൾ ഒരു ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേജ് ജസ്റ്റ് റീഫ്രഷ് ചെയ്യണം, ആദ്യം മുതൽ വീണ്ടും റെൻഡർ ചെയ്യും. അപ്പോൾ നമ്മൾ ഈ സെയിം ഫയലിൽ തന്നെയാണ് ഫോം സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ഈ സെയിം പേജ് ഒന്ന് റീലോഡ് ചെയ്തു വരും. അപ്പൊ റീലോഡ് ചെയ്തു വരുമ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത വാല്യൂസ് നമുക്ക് കിട്ടണം. ആ ഒരു ഫോമിന്റെ ഇൻപുട്ടിന്റെ വാല്യൂ ആയിട്ട് കിട്ടണം. ആ സബ്മിറ്റ് ചെയ്ത ഡാറ്റ നമ്മളെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ പോസ്റ്റ് HTTP മെത്തേഡ് പോസ്റ്റ് ആവുന്ന സമയത്ത് നമ്മൾ $_പോസ്റ്റിൽ നമ്മൾ ഓരോ വേരിയബിൾസ് എടുത്തിട്ട് നമ്മൾ ഈ ഡാറ്റ എന്ന് പറയുന്ന അറേയിൽ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഡാറ്റ അറേയിലുള്ള ഓരോ ഫീൽഡിന്റെ വാല്യൂ എടുത്തിട്ട് ആ എലിമെന്റിന്റെ ഫോം എലിമെന്റിന്റെ വാല്യൂ ആക്കി സെറ്റ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ ഇവിടെ ആണെങ്കിൽ വാല്യൂ ഈക്വൽ ടു എന്താണോ ആ വാല്യൂ അവിടെ നമ്മൾ സെറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ഹാർഡ് കോഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഒരു എലിമെന്റിന്റെ വാല്യൂ ഇങ്ങനെ ഹാർഡ് കോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മുമ്പൊക്കെ കണ്ടതാണ്, ആ വാല്യൂ ആയിരിക്കും പിന്നെ ആ ഫോമിൽ ഉണ്ടാവുക. ആ വാല്യൂ ആണ് ഉണ്ടാവുക. നമുക്ക് ക്ലിയർ ചെയ്യാനും പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് ഹാർഡ് കോഡ് ചെയ്യുന്നതിന് പകരം വാല്യൂ നമ്മൾ വേരിയബിളിലുള്ള വാല്യൂ എടുത്തിട്ട് അതൊരു സ്പെഷ്യൽ ക്യാരക്ടർ ഒക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ കാണിക്കണം. അതായത് PHP എക്കോ HTML സ്പെഷ്യൽ ക്യാരക്ടർ ഓഫ് എന്താണ് ഫോം ഡാറ്റ ഓഫ്, അതൊരു അറേ ആണ്. അറേ നമ്മൾ ആക്സസ് ചെയ്യുക എങ്ങനെ, ബ്രാക്കറ്റ് ഇട്ടിട്ട് ഫസ്റ്റ് നെയിം എന്ന് പറയുന്ന കീവേഡിൽ ആ അറേയിലുള്ള വാല്യൂ എടുത്തിട്ടാണ് നമ്മൾ അവിടെ കാണിക്കുന്നത്. ഇനി ഇതേപോലെ തന്നെ ലാസ്റ്റ് നെയിമിൽ നമ്മൾ ഈ അറേയിലുള്ളത് ലാസ്റ്റ് നെയിം ആണ്. പിന്നെ ഇമെയിൽ, സാലറി, ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ ലാസ്റ്റ് നെയിമിന് നമ്മൾ ഫോം ഡാറ്റ ഓഫ് ലാസ്റ്റ് നെയിം, ഇമെയിലില് ഇമെയിൽ, സാലറിക്ക് നമ്മൾ ചെയ്തത് സാലറി, ഡിപ്പാർട്ട്മെന്റ് എല്ലാം നമ്മൾ കൊടുത്തു. ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ടാവാൻ പോകുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ഈ ഒരു ഡാറ്റയിലുള്ള ഒരു ഫോം ഡാറ്റ അല്ല, ഡാറ്റ ആണ്. ആ ഡാറ്റ എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിലുള്ള ഡാറ്റ എടുത്തിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ഇഷ്യൂ വരാൻ പോകുന്നുണ്ട്. അതായത് നമ്മൾ ആ പേജ് ആദ്യം ലോഡ് ചെയ്യാണ്, ആ സമയത്ത് നമുക്കൊരു എറർ ഉണ്ടാവും. ആ ഒരു വേരിയബിളിൽ എറർ ആണ് ഒരു വാർണിംഗ് അൺഡിഫൈൻഡ് വേരിയബിൾ ഡാറ്റ. എന്തുകൊണ്ടാണത്? നമ്മൾ ആ ഡാറ്റ എന്ന് പറയുന്ന വേരിയബിൾ എവിടെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്, ഈ ഒരു ഈഫ് കണ്ടീഷന്റെ ഉള്ളിലാണ്. ഈ ഈഫ് കണ്ടീഷൻ എന്താണ് പറയുന്നത്, ഈ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ്, അതായത് പോസ്റ്റ് റിക്വസ്റ്റ് മെത്തേഡ് പോസ്റ്റ് ആകുമ്പോൾ മാത്രമേ ഈ ലൂപ്പിൽ കയറുള്ളൂ. അപ്പോഴാണ് ആ ഒരു ഡാറ്റ എന്ന് പറയുന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ വാല്യൂ കിട്ടേണ്ട അവിടെ, പക്ഷെ ബൈ ഡീഫോൾട്ട് പേജ് ലോഡ് ചെയ്യുമ്പോഴോ നമുക്ക് ഈ വാല്യൂസ് ഒക്കെ എംപ്റ്റി ആയിട്ട് വേണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആ വേരിയബിൾ നമ്മൾ ആക്സസ് ചെയ്യുമ്പോൾ ഇതേപോലെ വാർണിംഗ് കാണിക്കും, അല്ലെങ്കിൽ എറർ കാണിക്കും. അപ്പൊ എന്ത് ചെയ്യണം, ഫോമിന്റെ പുറത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഡാറ്റ ഫസ്റ്റ് ഇനീഷ്യലൈസ് ചെയ്യുന്നത് എംപ്റ്റി ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യണം. അതായത്
ഇവിടെയും കൂടെ നമുക്ക് ഫോം ആണ്. അപ്പൊ ആ സമയത്ത് എന്തായിരിക്കും, ഓരോ ഫീൽഡിന്റെ വാല്യൂ എം ടി ആയിരിക്കും. ഇനി സേവ് ചെയ്തിട്ട് ഒന്നും കൂടെ ചെക്ക് ചെയ്യാം. ഇപ്പൊ വാർണിംഗ്സ് ഒന്നുമില്ല. ഞാൻ നേരത്തെ പോലെ ഒന്നുകൂടെ സ്കിപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്ത് നോക്കാം. വാല്യൂ എം ടി ആണ്. സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നെയിമിന്റെ റിക്വയർഡ് എററും ലാസ്റ്റ് നെയിമിന്റെ റിക്വയർഡ് എററും വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇമെയിൽ, ഞാൻ സബ്മിറ്റ് ചെയ്ത ഇമെയിൽ വാല്യൂവിൽ അവിടെ സെറ്റ് ആയിട്ടുണ്ട്, ക്ലിയർ ആയി പോയിട്ടില്ല. ഇൻസ്പെക്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ വാല്യൂവിൽ ആ വാല്യൂ വന്നത് കാണാം. ഇനി അടുത്തൊരു ഫിക്സ് നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ നേരത്തെ ഒരു ഫോം റീസെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വാല്യൂ ഹാർഡ് കോഡ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ, ഏതെങ്കിലും ഒരു വാല്യൂ വേരിയബിളിലേക്ക് ഒരു എലമെന്റിന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ക്ലിയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മളെ ഫോം ക്ലിയർ ആവും. പക്ഷെ ഇപ്പൊ അത് ക്ലിയർ ആവില്ല. കാരണം എന്താണ്, നമ്മൾ ആ വാല്യൂ നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അത് ക്ലിയർ ആവില്ല. അപ്പൊ എന്ത് ചെയ്യണം, ഈ ക്ലിയറിൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഓരോ ഫീൽഡിന്റെ വാല്യൂ നമ്മൾ മാനുവൽ ആയിട്ട് റീസെറ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ജാവാസ്ക്രിപ്റ്റ് കോഡ് എഴുതാം. നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഈ ഫയൽ ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്താണ്. ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കാണ്, റീസെറ്റ് ഫോം എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കി. പിന്നെ നമ്മളെ ഫോമിന് ഒരു ഐ ഡി ആഡ് ചെയ്യണം. ഞാൻ ഐ ഡി എംപ്ലോയി ഫോം എന്ന് പറഞ്ഞ ഐ ഡി കൊടുത്തിട്ടുണ്ട് ഫോമിന്. ആദ്യം നമ്മൾ ആ ഫോം സെലക്ട് ചെയ്തിട്ട് ഫോമിന്റെ എലമെന്റ് സെലക്ട് ചെയ്തിട്ട് അതിൽ റീസെറ്റ് എന്ന് പറഞ്ഞ ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ ഉണ്ട്, അത് വിളിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോം സെലക്ട് ചെയ്യണം. കോൺസ്റ്റ് ഫോം ഈക്വൽ ടു ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി. ഒരു ഐ ഡി വെച്ചിട്ട് ജാവാസ്ക്രിപ്റ്റിന് ഒരു ഡോം എലമെന്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ ആണ് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി. അതിലേക്ക് ആ ഐ ഡി പാസ് ചെയ്യുക, ഹാഷ് ഒന്നും കൊടുക്കേണ്ട, ഐ ഡിന്റെ നെയിം മാത്രം, എംപ്ലോയി ഫോം. അപ്പൊ അതൊരു എലമെന്റ് ആയിരിക്കും. ആ എലമെന്റിൽ നമുക്ക് റീസെറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ ഫോം ഡോട്ട് റീസെറ്റ്. അപ്പൊ ആ ഫോമിൽ നിന്ന് ഡാറ്റ റീസെറ്റ് ആകും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം, മാനുവൽ ആയിട്ട് ഓരോ ഫീൽഡിന്റെ വാല്യൂ കൂടെ റീസെറ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഐ ഡി കൊടുത്തിട്ടുണ്ട് ഓരോ എലമെന്റിന്. നമുക്ക് നോക്കാം. ഫസ്റ്റ് നെയിമിന്റെ ഐ ഡി, ഫസ്റ്റ് ഹൈഫൺ നെയിം, ലാസ്റ്റ് ഹൈഫൺ നെയിം, ഇമെയിൽ, സാലറി, അതേപോലെ ഡിപ്പാർട്ട്മെന്റ്. നമുക്ക് ഓരോന്നും ഇതേപോലെ സെലക്ട് ചെയ്തിട്ട് അതിന്റെ വാല്യൂ നമുക്ക് എം ടി ആക്കാം. വാല്യൂ ആണല്ലോ നമ്മൾ സെറ്റ് ചെയ്ത ആട്രിബ്യൂട്ട്. നമ്മൾ ആട്രിബ്യൂട്ട് ഏതാണോ അതേപോലെ നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ ആക്സസ് ചെയ്യാൻ പറ്റിയ എലമെന്റ് സെലക്ട് ചെയ്ത്. അപ്പൊ ഞാനിവിടെ ഗെറ്റ് എലമെന്റ് ഫസ്റ്റ് നെയിം ഹൈഫൺ ആണ്. ഫസ്റ്റ് നെയിം ഗെറ്റ് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി, ഫസ്റ്റ് നെയിം ഡോട്ട് വാല്യൂ ഈക്വൽ ടു എം. ലാസ്റ്റ് നെയിമും അതേപോലെ തന്നെ ലാസ്റ്റ് നെയിം ഡോട്ട് വാല്യൂ ഈക്വൽ ടു എം ടി, ഇമെയിൽ വാല്യൂ എം ടി, സാലറി ഡിപ്പാർട്ട്മെന്റ് എല്ലാം എം ടി ആക്കി റീസെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഫംഗ്ഷൻ നമുക്ക് ആ ഫോമിൽ വിളിക്കണം. ഫോമിൽ നേരത്തെ ആ ബട്ടൺ ഉണ്ടായിരുന്ന റീസെറ്റ് ടൈപ്പ് റീസെറ്റ് ആയിരുന്നു, അത് നമ്മൾ ബട്ടൺ ആക്കുക. അതായത് ഫോം റീസെറ്റ് അല്ല നമുക്ക് ചെയ്യേണ്ടത്, മാനുവൽ ഈ ബട്ടൺ എന്താണ് ഫംഗ്ഷൻ കൊടുത്തത് അതാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അവിടെ നമ്മൾ ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞ ഇവന്റ് ഉണ്ട്. ഓൺ സി ക്യാപ്സ് അല്ല, സ്മോൾ ആണ്. ഓൺ ക്ലിക്ക് ഈക്വൽ ടു അതിൽ നമ്മൾ ആ ഫംഗ്ഷൻ വിളിക്കുക. എന്താണ് നമ്മൾ ആ ഫംഗ്ഷന്റെ പേര്, റീസെറ്റ് ഫോം ആണ്. ആ ഫംഗ്ഷൻ അവിടെ എക്സിക്യൂട്ട് ചെയ്യാം. പേര് മാത്രം കൊടുത്താൽ പോരാ, ബ്രാക്കറ്റ് ഇട്ട് ആ ഫംഗ്ഷൻ അവിടെ എക്സിക്യൂട്ട് ചെയ്യാം. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫ്രഷ് ചെയ്തു, ക്ലിയർ കൊടുത്തപ്പോൾ നമ്മൾ ആ ഫോം റീസെറ്റ് ആയി.